ദി ബ്രൈഡ്, ദി അൺഡിഫൈൽഡ് ബ്രൈഡ്, കളങ്കമില്ലാത്ത ക്രിസ്തുവിൻ മണവാട്ടി എന്ന ആശയത്തിലേക്ക് പോകുവാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ദൈവസഭയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളിൽ ചിലതെടുത്തുകൊണ്ട് നമ്മുടെ മണവാളനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടേണ്ടതിനാണ് സഭ വരേണ്ടതെന്നും അതിൻ്റെ ശൈശവ അവസ്ഥയിൽ അല്ല, പകരം അതിൻ്റെ യൗവനപ്രായത്തിൽ തികഞ്ഞ യൗവനയുക്തയായി സഭയെ യേശുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നുവെന്നും നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താണെന്നും ദൈവത്തിൻ്റെ തേജസ് എന്താണെന്നും അതിനോട് നാം അനുരൂപപ്പെടണമെന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിനായി ലോകമോഹങ്ങളും ഒരുപാട് ലോകത്തിൻ്റെ പ്രഷറും നമ്മുടെ മേൽ വരുമെന്നും പക്ഷെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കടമയാണെന്നും എടുത്തു പറയുവാൻ, തിരഞ്ഞെടുപ്പിൻ്റെ അവസരം ലഭിക്കാതെ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഇന്നും തേടുന്നവനായ കർത്താവിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ, നമ്മളത് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചതാ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ, തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടേതാണ്, അത് യോഗ്യമായി ഉപയോഗിക്കണമേ എന്ന് പറയുവാൻ ഒക്കെയാണ് ഇന്നത്തെ മെസ്സേജ് കൊണ്ട് താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇവിടെ യെരുശലേമിനോട് ഉപമിച്ച്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളോട് ഉപമിച്ച് സഭയെ വർണ്ണിക്കേണ്ടതിനാണ് യെരുശലേമിൻ്റെ ഉപമയിലേക്ക് കൊണ്ടുവരുന്നത്. വരിക, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയെ കാണിച്ചു തരാം. ആരായി പറഞ്ഞത്? അന്ത്യകാലത്ത് ധ്വനിപ്പിക്കേണ്ട കാഹളം ഊതേണ്ടതിന് കൊണ്ടു നടന്ന ദൂതൻ വന്ന് പറയുകയാണ്. അന്തിമകാലത്ത്, അന്ത്യത്തിൻ്റെ അന്ത്യത്തിൽ കാഹളങ്ങൾ ധ്വനിക്കുന്നതോടുകൂടെ നശിച്ചു മാറേണ്ട പലതിനെയും നശിപ്പിച്ചു മാറ്റി, ചിതറിച്ചു കളയേണ്ട പലതിനെയും ചിതറിച്ച്, കത്തിച്ചു കളയേണ്ടവയെ കത്തിച്ച ശേഷം ആ ദൂതൻ മടങ്ങി വന്നേച്ച് പറയുകയാണ്, ഇനിയും സഭ വെളിപ്പെടാൻ പോകുകയാണ്, മണവാട്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ നടക്കുന്ന വിശുദ്ധ വിവാഹങ്ങളിൽ പെൺകുട്ടികൾ നോർമലി നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വെയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാനത് മീൻ ചെയ്തത് ഒക്കെ ഉണ്ടെങ്കിൽ, വിവാഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘടകമായി ആ വെയിൽ റിമൂവ് ചെയ്ത് സഭയെ കാണിക്കുന്ന, സഭയുടെ നിദാനമായി, ഉദാഹരണമായി, മാതൃകയായി കാണിക്കുന്ന ഒരു പതിവ് ബഥേലിനുണ്ട്. ബഥേലിന് മാത്രമല്ല, അങ്ങനെ സ്ട്രിക്റ്റായി ബൈബിൾ ഫോളോ ചെയ്യുന്ന പലർക്കും ഉണ്ട്. സുനിൽ പാസ്റ്റർ ആയിരിക്കും അതൊക്കെ സാധാരണ ഇവിടെ ചെയ്യാറുള്ളത്, എടുത്തു പറയാറുണ്ട്, സഭയെ കാണിച്ചു തരാം. ഇതുപോലെ അന്ത്യബാധകൾ 7 നിറഞ്ഞ കലശങ്ങൾ ഒഴിച്ച്, അന്ത്യകാലത്ത് ധ്വനിക്കേണ്ട കാഹളങ്ങൾ മുഴുവനും ധ്വനിപ്പിച്ച്, നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞ യൂഫ്രട്ടീസ് നദിയെ പറ്റിച്ച്, ചെയ്യേണ്ട സകലതും ചെയ്ത ശേഷം രാജ്യം പുത്രൻ്റെ കയ്യിൽ കൈമാറുന്നതിനോട് ചേർന്ന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ആ ദൂതൻ വിളിച്ചു പറയുന്ന വാക്കാണ്, വരിക, സഭയെ കാണിച്ചു തരാം. ഇന്ന് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതായ അനേക ദൈവമക്കൾ, ഇന്ന് ആരും കാണാതെ വണ്ണം മറഞ്ഞിരിക്കുന്ന അനേക ദൈവമക്കൾ ഒരുമിച്ച് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ സഭയെ കാട്ടിത്തരാം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അനേകർ കുഞ്ഞാടിൻ്റെ കാന്തയായ സഭയിലുണ്ട്. സ്വർഗത്തിൽ പോകുന്നവരാണ് നമ്മിലൊരു നല്ല ഭാഗം ആളുകളും. കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, യേശുവിൻ്റെ കൽപ്പനപ്രകാരം വെള്ളത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി അന്യഭാഷകൾ സംസാരിച്ച് ആത്മാവിനെ പ്രാപിച്ചവരെല്ലാം സ്വർഗത്തിലുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിച്ച് അന്ത്യത്തോളം ജീവിച്ചവരെല്ലാം സ്വർഗത്തിലുണ്ട്. പക്ഷെ അവരെല്ലാവരും മണവാട്ടിയല്ല. 45-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മളവിടെ പിന്നത്തേതിൽ വരും, ഒരു രാജകുമാരിയും അവളോടുകൂടെ അനേക തോഴിമാരും വരുന്നത് പോലെ സ്വർഗത്തിൽ ഒരു രാജകുമാരി അഥവാ ഒരു മണവാട്ടി സഭയുണ്ട്. അവൾക്ക് സേവ ചെയ്യുന്ന അനേകം തോഴിമാരും ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതം സൂക്ഷിച്ച് നാം ദൈവസന്നിധിയിൽ പരിപാലിക്കുന്നുവെങ്കിൽ, വരിക, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ സഭയുടെ മെമ്പേഴ്സ് ഉണ്ട്, അവരെ ഞാൻ ഒരുമിച്ച് നിർത്തി കാണിക്കാം. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവനെന്നെ ആത്മവിവശതയിൽ വലിയൊരു വൻമലയിൽ കൊണ്ടുപോയി.
ആത്മവിവശതയിലാണ് വീണ്ടും എടുക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം മുതൽ ആത്മവിവശത ആരംഭിക്കും. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഒരു സാധാരണ അവസ്ഥയിൽ ലഭിക്കാത്ത ചില കാഴ്ചകൾ കാണിക്കേണ്ടതിന്, ചില ദിവ്യ ദർശനങ്ങൾ കാണിക്കേണ്ടതിന്, സ്വർഗത്തിൻ്റെ ഉന്നതികൾ യോഹന്നാനെ കാണിക്കേണ്ടതിന് ആത്മവിവശതയിലേക്ക് കൊണ്ടുപോയ കാര്യം കാണാം. ഞാൻ ആരുടെ കാര്യമാണ് പറയുന്നത്? യേശുവിൻ്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ, ക്രൂശിലെ മരണത്തിലും തന്നെ വിട്ടുമാറാതെ കൂടെ നിന്ന യോഹന്നാൻ അപ്പോസ്തലൻ, അന്തിമമായി തൻ്റെ മാതാവിൻ്റെ ചുമതല ഏൽപ്പിക്കേണ്ടതിന് യേശു തിരഞ്ഞെടുത്ത വിശ്വസ്ത പുരുഷനായ യോഹന്നാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് സ്ഥലം മാറിക്കിടന്നപ്പോൾ ഒരു ദിവസം ആത്മവിവശതയിലാക്കി തന്നെ അവിടുന്ന് കൊണ്ടുപോകുകയാണ്. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? സ്വർഗോന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. യോഹന്നാനെ, ഈ ജീവിത വിശുദ്ധി കൊണ്ടൊക്കത്തതായ, ഈ ജീവിത നിലവാരം കൊണ്ട് മാത്രം കഴിയാത്തതായ ഒരു ഉയർന്ന പദവിയിലേക്ക് അങ്ങേ കൊണ്ടുപോകാൻ പോകുകയാണ്. അതിനൊരു ആത്മവിവശത വേണം. ആത്മവിവശതയിലായി. ഞാൻ മരിച്ചവനെ പോലെ ദൈവസന്നിധിയിൽ വീണു എന്നൊക്കെയാണ് വായിക്കുന്നത്. പിപ്റ്റോ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഞാനത് പറയുവാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പല പ്രാവശ്യം ഞാൻ തൊട്ടിട്ടുണ്ട്. പിപ്റ്റോ എന്ന ഗ്രീക്ക് പദം ഒരു മിലിറ്ററി ടേമാണ്. ശത്രുവിൻ്റെ അമ്പേറ്റ് കുതിരപ്പുറത്തു നിന്നും ചത്ത് തെറിച്ച് പുറകോട്ട് പോകുന്നവൻ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ വാളുകൊണ്ട് വെട്ടി തലയറ്റുപോയി ശേഷ്ടമുള്ള ഭാഗങ്ങൾ, തല വേറെയും ഉടൽ വേറെയും താഴോട്ട് വീഴുന്ന ആ വീഴ്ച, അതിനെയാണ് പിപ്റ്റോ എന്ന് വിളിക്കുന്നത്. ഞാൻ മരിച്ചവനെ പോലെയായി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പദം, ഞാൻ ആത്മവിവശതയിലായി എന്ന് എഴുതിയിരിക്കുന്ന പദം പിപ്റ്റോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ടതാണ്. യോഹന്നാനെ, ഒരു സാധാരണ അനുഭവം കൊണ്ട് സ്വർഗം കാണാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി അങ്ങേ ഒന്ന് എടുത്തേ മതിയാകും. വീണ്ടും ആത്മവിവശതയിലായി. നേരത്തെ തന്നെ ആത്മവിവശതയിലായ യോഹന്നാൻ ഒരു പ്രാവശ്യം കൂടെ ആത്മവിവശതയിലായ ശേഷമേ സഭയെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ഉയർന്ന മലയിലേക്ക് എന്നെ കൊണ്ടുപോയി. ദൈവത്തിൻ്റെ തിരുസഭയെ കാണേണ്ടതിന് സാധാരണ കണ്ണുകൾ കൊണ്ട് ഒക്കത്തില്ല. ശക്തിയേറിയ ഒരു ആത്മകണ്ണതിന് വേണം. അതിന് വ്യത്യസ്ത ആത്മീക അനുഭവങ്ങൾ വേണം. നമ്മുടെ ഭൂമിയിൽ സാധാരണമുള്ളതായ കാഴ്ചകൾ കൊണ്ട് ദൈവിക കാര്യങ്ങൾ ദർശിക്കാൻ ഒക്കത്തില്ല. സാധാരണയുള്ള മനോഭാവം കൊണ്ട് ദൈവിക കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഉന്നതമായത് വേണം. സൃഷ്ടിയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ മൈലും കിലോമീറ്ററും കൊണ്ടൊന്നും അവിടെ അളക്കാൻ ഒക്കത്തില്ല. ലൈറ്റ് ഇയേഴ്സും മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് കണക്ക് കൂട്ടിയൊക്കെയാണ് ശാസ്ത്രലോകം അവിടെ അവതരിപ്പിക്കുന്നത്. കാര്യം അവിടുത്തെ അളവുകോൽ വേറെയാണ്. മനുഷ്യ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മൈക്രോ എന്ന് വരെ പറയുവാൻ നമുക്കറിയാം. അതിനേക്കാൾ ഒത്തിരിയും കൂടെ താഴെ ഏതാണ്ടൊക്കെ ഉണ്ട്. കാര്യം ദൈവിക അളവുകൾ എടുത്തു കാണിക്കുവാൻ ദൈവ സൃഷ്ടിയുടെ വിഭിന്ന ഭാഗങ്ങളിൽ അതിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്. സാധാരണ മെഷർമെൻ്റ് കൊണ്ടൊക്കത്തില്ല. ഇതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന്, ഗ്രഹിക്കേണ്ടതിന് ദൈവമായി തരുന്ന ആത്മീക അനുഭവങ്ങളുണ്ട്. യോഹന്നാൻ ആ ആത്മീക അനുഭവങ്ങളിലൂടെ പോയി. തന്നോട് പറഞ്ഞു, വരിക, കാലം തീരുകയാണ്. എല്ലാ കലശങ്ങളും ഒഴിച്ചു കഴിഞ്ഞു, എല്ലാ കാഹളങ്ങളും ഊതിക്കഴിഞ്ഞു. ഇനി സത്യസഭ വെളിപ്പെടുവാൻ പോകുകയാണ്. വരിക, ഞാൻ ഈ സഭയെ കാണിച്ചു തരാം. അങ്ങനെ എന്നെ ആത്മവിവശതയിലാക്കി പിന്നെയും അടുത്തൊരു മലയിലേക്ക്. ആത്മവിവശത എന്ന് പറയുന്നതിൻ്റെ 1-ാം പടിയല്ല. 1-ാമത്തെ പടി കഴിഞ്ഞു, 2-ാമത്തെ പടി കഴിഞ്ഞു, പല പടികൾ കടന്ന് ആത്മീയ മണ്ഡലത്തിൽ ഉയർന്നു പോകുകയാണ്. വരിക, ഞാൻ സഭയെ കാണിച്ചു തരാം. കാണുമ്പോൾ ഒരു പട്ടണത്തോട് ഉപമിച്ച് ചിന്തിക്കുകയാണ്. ഒരു മുറിയോട് ഉപമിച്ച് സഭയെ പഠിച്ചിരുന്നെങ്കിൽ കുറേ ഡീറ്റെയിൽസ് ലഭിക്കും. ഒരു കൊച്ചു പെട്ടിയോട് ഉപമിച്ച് പഠിച്ചിരുന്നെങ്കിൽ കുറച്ച് ചില്ലറ കാര്യങ്ങൾ ഗ്രഹിക്കാമായിരുന്നു. അതിൻ്റെ വലിപ്പം, അതിൻ്റെ കളറ്, അതിനകത്തുള്ള വസ്തുക്കൾ. പക്ഷേ പെട്ടിയിരിക്കുന്ന മുറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുകൊണ്ടുള്ള പല പെട്ടികൾ അതിനകത്ത് കണ്ടെന്ന് വരാം. അതിനേക്കാൾ ഉത്തമമായ മറ്റു പലതും കണ്ടെന്ന് വരാം. ഒരു പട്ടണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിലൊക്കെ അപാരമാണ്. ഒരു പട്ടണത്തോട് ഉപമിച്ച് സഭയെ വിശദീകരിക്കുന്നത് കാണാം. 1000 പ്രസംഗങ്ങൾ നമ്മൾ കേട്ട്, 100 വേദപുസ്തക പഠന ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുത്ത്, ആത്മിക ശുശ്രൂഷകളുടെ ആഴങ്ങളിലൂടെ നമ്മെ ഇറക്കി കയറ്റി ഒരു ടഫ് കോഴ്സ് നമുക്ക് തന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ നിത്യതയുടെ രൂപത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതിനാണ്. ഇതെല്ലാം പ്രാപിച്ച ഒരു ദൈവസഭ വന്ന് കാണ്, എങ്ങനെ ഇരിക്കുമെന്ന് കാണാം എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഞാൻ ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ നിന്ന് ചില വാക്യങ്ങൾ എടുക്കാൻ പോകുകയാണ്. ഉത്തമഗീതത്തിൽ നിന്ന് പ്രധാനമായും എൻ്റെ സബ്ജക്റ്റ് കേന്ദ്രീകരിച്ച് ഈ ആയുസ്സിൽ ഞാൻ എടുക്കുന്ന 1-ാമത്തെ മെസ്സേജാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സഭയെ വർണ്ണിക്കുന്ന ഒരു വർണ്ണന ഉത്തമഗീതത്തിലുണ്ട്. ഞാൻ ഒരു 60 വയസ്സാകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, 60 കഴിഞ്ഞ് എനിക്കൊരു പ്രായമുണ്ടെങ്കിൽ അന്ന് ഞാൻ ഉത്തമഗീതം പ്രസംഗിച്ചോളാം, അതുവരെ വേണ്ട, കാര്യം എൻ്റെ പ്രായം ശരിയാകില്ല എന്ന്.
60 കഴിഞ്ഞിട്ടും എനിക്ക് കോൺഫിഡൻസ് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 70 കഴിഞ്ഞൊരു കാലം ഉണ്ടാകുകയാണെങ്കിൽ അന്ന് പ്രസംഗിച്ചോളാം. അന്ന് പിന്നെ 70 മുതൽ 75 വരെ ഞാനങ്ങ് മറന്നേ പോയി. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണ തന്നതുകൊണ്ട് ഈ 77-ാം വയസ്സിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഉത്തമഗീതത്തിൽ നിന്ന് ചില വാക്യങ്ങൾ എടുക്കാവുന്നത് മാത്രം എടുത്ത് ഒരാശയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഉത്തമഗീതം വേദപുസ്തകത്തിൽ സെലക്ട് ചെയ്യുവാൻ കാരണം എന്താണ്? ഇത് കേവലം ഒരു നേരം പോക്കിന് വേണ്ടി കവി എഴുതി വെച്ച അല്ലെങ്കിൽ ആരോ പറഞ്ഞുണ്ടാക്കിയ ചില സംഭവങ്ങളാണോ, അതോ ഒരു കഥയിൽ നിന്ന്, ഒരു ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി മനുഷ്യൻ്റെ വികാരങ്ങളെ ഇളക്കേണ്ടതിന് വേണ്ടി കൊണ്ടുവന്നതാണോ? ഇത് രണ്ടുമല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിനാണ് ചെറിയ പ്രായത്തിൽ ഞാനത് എടുക്കാതിരുന്നത്. ആത്മീയത്തിൽ ഒരളവിന് മുകളിൽ ഉയർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പല പ്രാവശ്യം ആത്മവിവശതയിലായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ വിശേഷത വർണ്ണിക്കേണ്ടതിന് വേണ്ടി ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ നിന്ന് ചിലതെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ശലോമോൻ്റെ ഉത്തമഗീതത്തിൻ്റെ ആ ചുരുക്കം, രത്നച്ചുരുക്കം, ഒരു ഇടയ പെൺകുട്ടി ഒരു ഇടയ പയ്യനുമായി ബന്ധത്തിലാകുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹബന്ധത്തിലാകുന്നു, പ്രണയബന്ധത്തിലാകുന്നു. ആ പദമായിരിക്കും ഒത്തിരിയും കൂടെ മലയാളത്തിൽ ഉതകുന്നത്. പ്രണയബന്ധത്തിലാകുന്നു. വിട്ടുപിരിയുവാൻ കഴിയാത്ത ആ പ്രണയബന്ധത്തിൽ ആ പെൺകുട്ടി ഇരിക്കുമ്പോൾ ഒരിക്കൽ ശലോമോൻ രാജാവ് അതുവഴി യാത്ര ചെയ്യുകയാണ്. ലോക്കലായ ആളുകൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കേണ്ടതിന്, എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറയുക, കൺഫേംഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ കാലത്ത് നമ്മൾ ആരും ജീവിച്ചിരുന്നില്ല. ആ കാലത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്രങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്ന വിവരങ്ങൾ അറിയാവുന്നവർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം. ശലോമോൻ ഓരോ ലോക്കൽ ഏരിയയിലൂടെയും യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതാത് ലോക്കൽ ഏരിയയിലുള്ള ജാതികളോ വംശക്കാരോ വർഗക്കാരോ അവരുടെ കലാപരിപാടികൾ ശലോമോൻ്റെ യാത്രയുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് അവസരം കൊടുത്തിരുന്നു. ഈ പെൺകുട്ടി പാർത്തിരുന്ന ആ ഗ്രാമത്തിലൂടെ ശലോമോൻ കടന്നു പോകുമ്പോൾ, തൻ്റെ പല്ലക്കിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി അവിടെയുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് വേണ്ടി അവിടെയുള്ള ആളുകളെ വിളിക്കുകയും ഈ പ്രണയബന്ധത്തിലായിരുന്ന പെൺകുട്ടി ശൂന്യംകാരത്തി വന്ന് നന്നായി ഡാൻസ് ചെയ്യുകയും ചെയ്തു. അവളുടെ നിറം മോശമായിരുന്നെങ്കിലും അവളുടെ ആ കലാവിരുതിൽ ശലോമോൻ ആകൃഷ്ടനായിട്ട് തൻ്റെ കൂടെയുള്ള പടയാളികളോട് പറഞ്ഞു, എനിക്ക് അവളെ വിവാഹത്തിന് വേണ്ടി കിട്ടണം. അയക്കാണെങ്കിൽ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്ന ഒരു പിഴച്ച മനുഷ്യനായിരുന്നു. എന്നെ പദം ഈ പരസ്യസ്ഥലത്ത് നിന്ന് പറയുന്നത് ക്ഷമിക്കണം, ദാവീദിൻ്റെ മോനായി പോയെങ്കിലും അവൻ കാണിച്ചു വെച്ച വേലകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒടുവിൽ ദൈവം അയാളെ തള്ളിയല്ലോ. അങ്ങനെ കാണുന്നതിനെയൊക്കെ വിളിച്ചു പോകുന്ന ഒരു ടൈപ്പായിരുന്നു ശലോമോൻ പറഞ്ഞു, ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം, എനിക്ക് അവളെ ലഭിക്കണമെന്ന് പറഞ്ഞു. അവരവളെ ബലമായി പിടിച്ച് അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയി. അവളുടെ സഹോദരന്മാർ അവളോട് സാവകാശമായി പെരുമാറ്, നീ രാജാവിൻ്റെ ഭാര്യയായി മാറിയാൽ ഞങ്ങൾ രാജാവിൻ്റെ അളിയന്മാരാകും, രാജ്യത്ത് ഞങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി. യെരൂശലേം പുത്രിമാരായ പലരും വന്ന് അവളുടെ പഴയ കാന്തനെ മറന്നു കളയുവാനും, ഇപ്പോൾ ശലോമോൻ്റെ അനുഭവം വലിയതാണ്, നിനക്കതിനേക്കാൾ വലിയൊരു പദവി കിട്ടാനില്ല എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കുകയും, നിന്റെ നിറമോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കാതെ ആ മനുഷ്യൻ എന്നെ വിവാഹം കഴിക്കാൻ വന്നതുകൊണ്ട് നിശ്ചയമായും നീ കീഴടങ്ങുക എന്ന് അവളോട് പറയുന്നതും, അവൾ അതിനെ മറുതലിച്ച്, അല്ല, ഞാൻ സ്നേഹിച്ചവനായ എൻ്റെ പ്രാണപ്രിയനായ ആ ഇടയ ചെറുക്കനെ മാത്രം മതി എന്ന് ശഠിക്കുന്നതുമായ രംഗമാണ് ഇതിനകത്തെ ചിന്താ വിഷയം. ഒടുവിൽ അവിടെ കാര്യം എന്തായെന്ന് എനിക്കറിയാൻ വയ്യ. ഇതാണ് ഇതിൻ്റെ പശ്ചാൽഭാഗം. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചില വർണ്ണനകളിലേക്ക് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. ശലോമോൻ്റെ ഉത്തമഗീതത്തിൻ്റെ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമ്മൾ എവിടുന്ന വരുന്നതെന്ന് മറക്കരുത്. നമ്മൾ വരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറയുന്ന പദമാണ്. കാണിച്ചു കൊടുക്കുന്നത് ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന ചില രംഗങ്ങൾ ഞാൻ എടുക്കുകയാണ്. മറ്റധികം ഇന്ന് എടുക്കാൻ ഒക്കത്തില്ല, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ ഒരു സബ്ജക്റ്റും. അതുകൊണ്ട് ഇങ്ങനെ തൊട്ടു പോകാനേ പറ്റത്തുള്ളൂ. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെപ്പോലെ സൗന്ദര്യവും, സൂര്യനെപ്പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഒരു ഇവൾ ആർ. അവളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ശലോമോൻ്റെ മനസ്സിൽ ഉദിച്ചതാകാം, നാട്ടുകാരുടെ മനസ്സിൽ ഉള്ളതാണ്. ആരൊക്കെയോ പറഞ്ഞാലും ഇവളെക്കുറിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവൾ ആരാണ്? നമ്മുടെ മണവാളനായ ക്രിസ്തുവിനെക്കുറിച്ച്, യഥാർത്ഥത്തിൽ നമ്മുടെ മണവാളനായ ക്രിസ്തുവിനെക്കുറിച്ച് ഇവൻ ആർ എന്നൊരു ചോദ്യം ജനം ചോദിക്കുവാനുള്ള കാര്യം, ഇവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പ്രകൃതി ശക്തികൾ കീഴടങ്ങുന്നു, ഇവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ദുർഭൂതങ്ങൾ കീഴടങ്ങുന്നു, ഇവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ രോഗികൾ സൗഖ്യമാകുന്നു, ഇവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ മരിച്ചവർ ഉയർക്കുന്നു,
പ്രകൃതി ശക്തികൾ ഇടപെടുവാൻ അസാമാന്യമായ ശക്തി കൈകാര്യം ചെയ്യുന്ന ഇവൻ ആര്? ഇവൻ സൃഷ്ടാവ് തന്നെ അല്ലേ എന്ന ആശയത്തിലാണ് അവിടുത്തെ ചോദ്യം. ഇവൻ ആർ എന്ന് യേശുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനോട് അനുരൂപമായ ഒരു ചോദ്യം പഴയ നിയമത്തിൽ നിന്ന് ഉയർന്നതാണ്. സത്യത്തിൽ പഴയ നിയമമെന്ന് ഞാൻ പറയുന്നത് യേശുവും പഴയ നിയമത്തിൽ തന്നെയാണ് ജീവിച്ചത്. പുതിയ നിയമസഭ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. അതുവരെയുള്ളതിനെ പഴയ നിയമമായിട്ട് തന്നെ ചിത്രീകരിച്ചേ മതിയാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 ചോദ്യങ്ങളും പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്. ഒന്ന്, ഈ പെൺകുട്ടി ആര്? ഇവൾ ആര്? ഇവളുടെ ചില പ്രത്യേകതകൾ അവിടെ എടുത്തു പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. അരുണോദയം പോലെ ശോഭ. ഇവളുടെ ഒന്നാമത്തെ കാര്യം അവളുടെ ശോഭയാണ്. ഈ പെൺകൊച്ചിൻ്റെ നിറം കറുത്തതായിരുന്നു. അവൾ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ വെയിൽ കൊണ്ടതിനാൽ എനിക്ക് ഇരുൾ നിറം പിടിച്ചാലും എൻ്റെ അകം നല്ലതാണെന്ന്. പലരും പറയാറുണ്ട്, പുറത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാലും അകം നല്ലതാണെന്ന്. അത് ചുമ്മാ കള്ളം പറയുക. അകം നല്ലതാണ്, പുറവും അതുപോലെ ഇരിക്കും. കണ്ടാൽ അകം അഴുക്കായതുകൊണ്ടാണ് പുറവും അഴുക്കായിട്ടിരിക്കുന്നത്. ഞാനതങ്ങ് തുറന്ന് പറഞ്ഞു വെച്ച് മുന്നോട്ട് പോവുകയാണ്. കാര്യം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ മേരി ഓവൂർ സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏത്തയ്ക്ക പഴുത്തതാണോ അല്ലയോ എന്നറിയാൻ പുറംതൊലിയുടെ കളറ് നോക്കിയാൽ മതി, മുറിച്ച് നോക്കണ്ട. ആ പദം നന്നായി മനസ്സിലാവുമായിരിക്കും. ഏത്തയ്ക്ക പഴുത്തതാണോ പച്ചയാണോ എന്നറിയാൻ അതിൻ്റെ പുറംതൊലിയുടെ കളറ് നോക്കിയാൽ മതി, മുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ വസ്ത്രധാരണം, ഭാവം, നടപ്പ്, ചിരി, കളി ഒക്കെ കണ്ടു കഴിയുമ്പോഴറിയാം ഇത് ഏത് ടൈപ്പാണ്. നമുക്കെല്ലാം ഇതറിയാവുന്നതാണ്. ഇവളെ സംബന്ധിച്ച് പറയുകയാണ്, പുറമേ അവൾ കരിനിറമുള്ളവളാണെങ്കിലും അതേ അവളുടെ നിറം കരിനിറമായിരുന്നു. എന്തോ ഒരു പ്രത്യേകത ശോഭ ശലോമോൻ അവളിൽ കണ്ടു. അവൾക്ക് ശോഭയുള്ളവളാണ് എന്ന് പറയുന്നു. യേശുവിൻ്റെ മണവാട്ടി ശോഭയുള്ളവളാണ്. ഒരു റേഡിയേറ്റിംഗ് പവർ നമ്മിൽ നിന്നുണ്ടാകണം. ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളുടെ അടുത്ത് നിന്ന് സംസാരിക്കുവാൻ ദുർഭൂതങ്ങൾ ബാധിച്ചവരെ കൊണ്ട് കഴിയാതെയാകും. പല സാഹചര്യങ്ങളിലും പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന പലരും ഇരിക്കാൻ വയ്യാതെ ബഹളം വെച്ചിട്ടുണ്ട്. ചിലർ എഴുതി കാണിക്കും, ചിലർ ചർച്ചിനകത്ത് വരുന്നവർ എഴുതത്തില്ല, മാസികയിലുള്ളവർ എഴുതി കാണിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നവർ ഉറപ്പ് വരുത്തും, അവരത് പ്രകടമാക്കുകയും ചെയ്യും. ചിലത് ഇളകും, ചിലത് ബഹളം വെക്കും. എന്താ കാര്യം? നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ചുറ്റിലും ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യത്തെയാണ് ഇവിടെ ശോഭയായി എടുത്തു പറയുന്നത്. അവൾക്ക് ശോഭയുണ്ട്. അതിനെ ഉപമിക്കുന്നത് അരുണോദയം പോലെയാണ്. ഞാൻ സൂര്യൻ ഉദിച്ചു വരുന്നത് 1-2 എനിക്ക് തോന്നുന്നു ഒറ്റ പ്രാവശ്യമേ ശരിക്ക് കണ്ടിട്ടുള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്നത് ഒറ്റ പ്രാവശ്യം ശരിക്ക് കണ്ടു. കുവൈറ്റിലൊരിക്കൽ ഒരു ഏർലി മോർണിംഗ് പ്രെയർ വോക്കിന് വേണ്ടി പോകുന്ന കൂട്ടത്തിലാണ് ഞാനത് കണ്ടത്. എനിക്കത് അതിമനോഹരമായി മനസ്സിലായി. എന്തായി കാണുന്നതെന്ന് പോലും എനിക്കറിയാൻ വയ്യായിരുന്നു. ഏതോ കപ്പലിൽ നിന്ന് കാണിക്കുന്ന എന്തോ ചിഹ്നമാണോ എന്ന് കണ്ടാണ് ഞാൻ ആദ്യം സംശയിച്ചത്. ആരോടോ ചോദിച്ചാൽ പറഞ്ഞു സൂര്യോദയമാണെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് അതങ്ങ് മാറി. അരുണ ഉദയം പോലെ ഉദിച്ച് നിൽക്കുന്നതല്ല, 2 മിനിറ്റ് കൊണ്ട് അത് മാറി. പിന്നെ പല പ്രാവശ്യം സൂര്യോദയം കാണാൻ ഞാൻ താല്പര്യപ്പെട്ട അതേ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. രാവിലെ മേഘമോ എന്തെങ്കിലും ഒന്നായിരിക്കും. ആ കറക്റ്റ് 2 മിനിറ്റ് കണ്ടില്ലെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് കാര്യമില്ല. അരുണോദയം പോലെ ശോഭ, വർണ്ണിക്കുവാൻ കഴിയാത്ത, മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ ഒക്കാത്ത നാച്ചുറലായ ഒരു ശോഭയാണത് എന്ന് എടുത്തു പറയട്ടെ. സൂര്യൻ രാവിലെ പൗഡറിട്ട് മിനുക്കി കയറി വരുന്നതല്ല. പണ്ടൊരു കവി പറഞ്ഞതുപോലെ സമുദ്രത്തിൽ കുളിച്ചു കയറി മുടി ചീകി വരികതയുമല്ല. അതിൻ്റെ നാച്ചുറലായ ബ്യൂട്ടി. ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് പിന്നത്തേതിൽ വന്നുകൊള്ളാം. ദൈവം തരുന്നതായ ഒന്ന്. ഇന്നിതിനകത്തിരിക്കുന്ന ചിലരെ ശോഭാപൂർണരാക്കി മാറ്റേണ്ടതിന്, ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്, ശോഭാപൂർണരാക്കി മാറ്റേണ്ടതിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മേലുണ്ടാകട്ടെ. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും. ചന്ദ്രൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ സൗന്ദര്യം. ആ പുള്ളിയുടെ മുഖത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കിയാൽ ഒരുപാട് പാടും കേടും ഒക്കെ ഉള്ളതാണ്. ആ പുള്ളിയെ സൗന്ദര്യവാനെന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാമോ. അതിൻ്റെ ഷേപ്പായിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ഞാനാരാ അതല്ലെന്ന് പറയാൻ? എല്ലാവരും പറയുന്ന പോലെ പോകട്ടെ. ചന്ദ്രനെ പോലെ സൗന്ദര്യവും അതിൻ്റെ ഷേപ്പായിരിക്കാം അതിൻ്റെ പ്രധാന കാരണം. വേറൊന്ന്, സൂര്യനിൽ നിന്നും തട്ടി പ്രതിഫലിക്കുന്നതായ വെളിച്ചം വരുന്നത് കൊണ്ട് അതിനകത്തൊന്നും ചൂടുണ്ടാകത്തില്ല, വെളിച്ചം മാത്രമേ വരാറുള്ളൂ. നമ്മൾ ചിലർക്ക് ചില സൽഗുണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചില ദുർഗുണങ്ങളും കാണും. പക്ഷേ ചന്ദ്രന് അതിൻ്റെ പ്രകാശത്തിന് ചൂടില്ല, വെളിച്ചം മാത്രമേ കാണത്തുള്ളൂ. സൽഗുണങ്ങൾ മാത്രം നിറഞ്ഞ ചന്ദ്രനെ പോലെ സൗന്ദര്യം. എൻ്റെ സൗന്ദര്യം, ദൈവസഭയുടെ സൗന്ദര്യം കേടില്ലാത്ത. നമ്മൾ പലപ്പോഴും പറയും നന്മ തന്നെ കിട്ടത്തില്ല, നന്മയും തിന്മയും കൂടെയുള്ള ഒരു സമ്മിശ്രമായിരിക്കും കിട്ടുന്നത്. ഒരാളിൽ നിന്ന് നന്മ തന്നെ പ്രതീക്ഷിക്കാനൊക്കത്തില്ല. മോനെ, ഇതൊക്കെ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് മാറിക്കഴിയുമ്പോൾ ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള ഒരു മണവാട്ടിയെ കാണുവാൻ കഴിയും. സൂര്യനെ പോലെ ശോഭയും, ഉദയസൂര്യനെ പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും.
സൂര്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നിർമ്മലത, സൂര്യനെ പോലെ നിർമ്മലതയും. അരുണോദയം ശോഭയോട് ഉപമിച്ചെങ്കിൽ സൂര്യൻ്റെ ചൂടുള്ള സാഹചര്യത്തെ അതിൻ്റെ നിർമ്മലതയോട് ഉപമിക്കും. എന്തെങ്കിലും അതിലേക്ക് ചെന്നാൽ കരിച്ചു കളയുവാനുള്ള ആ ഗൗരവമേറിയത്. എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടാത്തത് എന്തെങ്കിലും വന്നാൽ അവിടെയെങ്ങും അടുക്കാനൊക്കത്തില്ല. കരിച്ചു കളയുന്ന ഒരു ദൈവപ്രഭാവം എന്നിൽ നിന്ന് ജ്വലിക്കേണ്ടതിന് മണവാട്ടി ആര് കാണിച്ചു തരാം? തേണ്ട പഴയ നിയമം കാണിച്ചു തരുന്നിടത്തുനിന്ന് ഞാൻ തുടങ്ങുക, അവിടുന്ന് ഞാൻ മുന്നോട്ട് വരികയാണ്. തേണ്ട അവൾക്ക് നിർമ്മലത ഉണ്ടായിരുന്നു. അവസാനമായി കൊടികളോടുകൂടി സൈന്യം പോലെ ഭയങ്കരത്വം. ഇവൾ ഒരു വശത്ത് ശോഭയുള്ളവളാണ്, 2 സൗന്ദര്യമുള്ളവളാണ്, 3 അവൾക്ക് നിർമ്മലതയുണ്ട്. പക്ഷെ ഇതോടുകൂടെ മാറാത്ത ഒന്നാണ് കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം. ഇവൾ ഭയങ്കരയാണ്. കൊടികളോടുകൂടിയ സൈന്യത്തിൻ്റെ പ്രത്യേകത, ഞാൻ ഇതിനു മുമ്പ് കൊടികളോടുകൂടിയ സൈന്യം ഈ ചർച്ചിൽ തൊട്ടിട്ടുണ്ട്. ഈ വാക്യം എടുത്തിട്ടില്ല, ഈ ഒരു പദം ഞാൻ തൊട്ടിട്ടുണ്ട്, കൊടികളോടുകൂടിയ സൈന്യം. ജനുവരി 26 റിപ്പബ്ലിക് ഡേയ്ക്ക് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ ജീവിതത്തിൽ ഒരിക്കൽ നേരിട്ട് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. സൂര്യൻ ഉദയം ഒരിക്കൽ കണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കൽ അതിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. ആളുകൾ, മിലിറ്ററിയുടെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ഡിഫൻസ് ഫോഴ്സസിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ഇന്ത്യയുടെ വ്യത്യസ്ത ഓർഗനൈസേഷനുകൾ അവരവരുടെ പ്രവർത്തനങ്ങളുമായി ഒരുമിച്ചിറങ്ങുമ്പോൾ ആർമി ആയിരിക്കും ഏറ്റവും മുൻപിലായി നിൽക്കുന്നത്. അതിനകത്തെ വിഭാഗങ്ങൾ ഓരോന്ന്. ആർട്ടിലറി ഒരു വശത്ത്, വേറൊരു വിഭാഗം ഒരു വശത്ത്, മെഡിക്കൽ കോർ ഒരു വശത്ത്. ഞങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ് എന്ന് കാണിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് വരുന്ന ആർമിയുടെ വ്യത്യസ്ത കോറുകൾ അവരവരുടെ കൊടികളുമായി വരുന്നത് കൊടികളോടുകൂടിയ സൈന്യം പോലെ. മറ്റുള്ളതിനെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൈന്യം എന്ന പദം കൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിടുവാൻ ഇതിനകത്തിരിക്കുന്ന കൃപാവരം കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ, ലോകവ്യാപകമായി കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒരുമിച്ചുള്ള അറിവിന് വേണ്ടി എടുക്കുകയാണ്. രോഗശാന്തിയുടെ കൃപാവരം കൈകാര്യം ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ മുമ്പിൽ രോഗങ്ങൾ കീഴടങ്ങിയേ മതിയാകൂ. ഭൂതശാന്തിയുടെ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങിയേ മതിയാകൂ. പ്രകൃതി ശക്തികളുടെ മേൽ അധികാരം പുലർത്തുന്നവരുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പ്രകൃതി ശക്തികൾ കീഴടങ്ങിയേ മതിയാകൂ. അതെ, കൊടികളോടുകൂടിയ സൈന്യം, കൊടിയുള്ള സൈന്യമല്ല, കൊടികളോടുകൂടെ സൈന്യം. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രശ്നം വന്നാലും, ഏത് ഏരിയയിൽ നിന്ന് പ്രശ്നം വന്നാലും നേരിടുവാൻ ഞങ്ങൾ ശക്തരാണ് എന്ന് പറയുന്ന ഒരു ജനസമൂഹം ഇന്ന് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. നിങ്ങളാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിലുള്ളത്. ആർ ദേ വാരിയേഴ്സ് എലോൺ? നോ, ബട്ട് ദേ ആർ വാരിയേഴ്സ് ടു. അവർ യുദ്ധവീരന്മാർ മാത്രമല്ല, പക്ഷേ അവർ യുദ്ധവീരന്മാരും കൂടെയാണ്. കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വം. എയർഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ, ആർമി മാറിക്കഴിഞ്ഞാൽ എയർഫോഴ്സ് രംഗപ്രവേശനം ചെയ്യുകയാണ്. ഭൂമിയിൽ കൂടെ വരുന്നവയെ നേരിടുവാൻ ഇന്ന് ആർമിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും. അതിനെ മാത്രം നേരിടുവാൻ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് ആർമി. പക്ഷേ ആകാശത്തോട് വരുന്ന ശക്തികളെ നേരിടുവാൻ ഞങ്ങൾ കേപ്പബിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എയർഫോഴ്സ് അതിൻ്റെ പുറകെ വരും. അവർക്കുമുണ്ട് മെഡിക്കൽ വിങ് സെപ്പറേറ്റ്, അവർക്കുമുണ്ട് സപ്ലൈ കോർ സെപ്പറേറ്റ്, എവ്രിതിങ് എല്ലാം അവർക്കുമുണ്ട്. എല്ലാം കൂടെ അതാതിൻ്റെ കൊടികളുമായി വരികയാണ്. അതിൻ്റെ പുറകെ വരുന്നു നേവി. സമുദ്രത്തിലൂടെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഞങ്ങളെ കാര്യം നോക്കിക്കോളാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന്, വിവിധ കോറുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ, കൊടികളോടുകൂടെ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവൾ ആർ. ഇവളുടെ കാര്യമാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി. ശോഭയുണ്ട്, സൗന്ദര്യമുണ്ട്, നിർമ്മലതയുണ്ട്. അതേ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന, ശത്രുവിനോട് എതിർക്കുന്ന ഭയങ്കരത്വവുമുണ്ട്. പാസ്റ്റർ കെ ജോയി എന്ന കർത്താവിൻ്റെ ദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പേ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു പ്രസ്താവന എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മിപ്പലരും ഒരുപാട് ബൈബിൾ ക്ലാസ്സുകൾ കിട്ടാറുന്നവരാണ്. ഇപ്പോഴാണ് യൂട്യൂബൊക്കെ ഉള്ളത് കാരണം ചോദിക്കുകയും വേണ്ട. ഒരുപാട് ബൈബിൾ ക്ലാസ്സുകൾ കിട്ടാവുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ്. പക്ഷെ നമ്മളിതൊന്നും നേരത്തിന് ഉപയോഗിക്കത്തില്ല. ഒരു പ്രാവശ്യം കൂടെ ചിലപ്പം ഞാൻ ഈ ആശയം ഇന്ന് തന്നെ പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം എൻ്റെ കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞോളാം. പലപ്പോഴും ഇത് ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ടൊക്കാതെ വരും. അങ്ങനെ ഒരാഴ്ച മുഴുവനും തേച്ചും മിനുക്കിയും പ്രാർത്ഥിച്ചും പരിഗണിച്ചും ഉപവസിച്ചും ഒക്കെ കൊണ്ടുവരുന്ന ഈ ദൈവവചനം എവിടെയാണ് ഇതിൻ്റെ മൂർച്ച പരിശോധിക്കുന്നത്? അതുകൊണ്ട് ഞായറാഴ്ചയാകുമ്പോൾ എഴുന്നേറ്റ കൂട്ടു സഹോദരൻ്റെ പെടലിക്കാണ് ഇതിൻ്റെ മൂർച്ച പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സഹോദരവൃന്ദത്തെ അന്യോന്യം ഉപദ്രവിക്കുവാൻ ഇതിൻ്റെ മൂർച്ച, എൻ്റെ അറിവ് കണ്ടോ, എൻ്റെ അറിവ് കൊണ്ട് നിന്നെ ഇല്ലാതെയാക്കും, തേജോവധം ചെയ്യുമെന്ന് പറയുവാൻ. നോ, അങ്ങനെ ഒരിക്കലും ആകരുതേ. സൈന്യം അതിൽ തന്നെ യുദ്ധം ചെയ്യേണ്ടതല്ല. കൊടികളോടുകൂടി സൈന്യം ശത്രുവിനെ നേരിടേണ്ടതാണ്. ഇന്ന് പകൽ ശത്രുവിനെ നേരിടുവാൻ ദൈവസഭ തയ്യാറാണോ?
ഇന്ന് പകൽ ശത്രുവിനെ നേരിടുവാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചിന്തിച്ചു വരട്ടെ. ശോഭാപൂർണ്ണ എന്ന് പറയുവാൻ നമ്മിൽ ദൈവത്തിൻ്റെ ശോഭ കാണട്ടെ. സൗന്ദര്യപൂർണ്ണ എന്ന് പറയുവാൻ നമ്മിൽ സൗന്ദര്യം കാണട്ടെ. നിർമ്മലതയുള്ളതെന്ന് പറയുവാൻ നിർമ്മലതയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അതിനപ്പുറത്ത് കൊടികളോടുകൂടി സൈന്യം പോലെ ഭയങ്കരത്വവും. ക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഞാൻ ഇതേ കാര്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് അനുരൂപമായ ഒരു മണവാട്ടിയെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സോങ് ഓഫ് സോളമൻ 8:5 മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരു ഇവളാൾ, അവളുടെ ആശ്രയബോധം പ്രിയനിലാണ്. ഇവൾ കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവളാണെങ്കിലും, ശോഭയുള്ളവളാണെങ്കിലും, സൗന്ദര്യമുള്ളവളാണെങ്കിലും, നിർമ്മലതയുള്ളവളാണെങ്കിലും സ്വയമായി നേരെ നിൽക്കാം എന്ന് പറയാതെ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരിവളാർ. കൃപാവരങ്ങളിൽ സമ്പൂർണമായ ഒരു ദൈവസഭയായി കർത്താവ് ഇതിനെ വളർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കൃപാവരങ്ങളിൽ സമ്പൂർണതയുള്ള ഒരു സഭയായി, ശോഭ പരിപൂർണയായി ഈ സഭ വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മരുഭൂമിയിൽ എൻ്റെ പ്രിയൻ്റെ മേൽ ചാരുവാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. ആശ്രയ ജീവിതം പോലെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന വേറൊന്നില്ല. ഇന്ന് പകൽക്കാലം ആ ആശ്രയ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. ദൈവത്തോട് അടുത്തു വരുവാൻ നമുക്ക് കഴിയണം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരു ഇവൾ ആർ. ഞാൻ ഒരു ഭാഗം ഒന്ന് വർണ്ണിച്ചു. ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. സഭ എന്നതാണ് വേദപുസ്തകത്തിൻ്റെ പ്രധാന ഉപദേശങ്ങളിൽ ഒന്ന്. അത് വർണ്ണിച്ചു തീർക്കാൻ ഒരു ദിവസം ഒരു വർഷവും കൊണ്ടൊക്കത്തില്ല. എന്നെപ്പോലെ ഒരാളിനെ കൊണ്ടൊക്കത്തില്ല. ഒരിക്കലൊരു പാട്ടുകാരൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പാടി, 1000 നാവുകളാലും 10,000 വാക്കുകളാലും വർണ്ണിക്കാവുന്നതല്ല, അതിനേക്കാൾ അപ്പുറത്താ. അതുപോലെ ദൈവസഭ വർണ്ണിച്ചു തീർക്കാൻ ഒക്കുന്നതല്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്നവരും പൊതുവെ എന്നെ ശ്രദ്ധിക്കുന്നവരും ആത്മീക ബോധമുള്ളവരും അതുപോലെ തന്നെ ദൈവകൃപയിൽ വളരുന്നവരുമാകയാൽ ഈ വാചകങ്ങൾ മതി. അതുകൊണ്ട് അവർക്ക് ബാക്കി ഗ്രഹിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ കാന്തയ്ക്കെതിരെ അവളെ വശീകരിച്ച് കളയേണ്ടതിന് വേണ്ടി ശലോമോൻ വരുന്ന ഒരു കാഴ്ച കാണാം. അല്ലെങ്കിൽ ലോകസ്നേഹം ഒരു ഡിസ്ട്രാക്ഷൻ നമ്മെ ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്നത് കാണാം. ഡിസ്ട്രാക്ഷനിലേക്ക് പോകാതെ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. മനുഷ്യൻ്റെ യൗവനപ്രായത്തിൽ പൊതുവേയും ഓരോ പ്രായത്തിൽ ആ പ്രായത്തിൻ്റെ അളവിന് ഒത്തവണ്ണവും ഡിസ്ട്രാക്റ്റീവ് ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ട്. അങ്ങനെ ഒരു ശരീരമാണ് നമുക്കുള്ളത്. ആ ഡിസ്ട്രാക്റ്റീവായ ചിന്തകൾ ആദമും ഹൗവയും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയതോടുകൂടെ ആവശ്യമില്ലാത്ത ഒരു ദുസ്വഭാവം ആദം ഹൗവമാരിലേക്ക് കയറുകയും ആ ആദം ഹൗവമാരുടെ ദുസ്വഭാവം ഇന്ന് നമ്മിൽ ബാധിക്കുകയും ചെയ്തതിനാൽ എല്ലാവർക്കും പാപം കണ്ടാൽ അങ്ങോട്ട് പോകുവാൻ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അങ്ങനെ പതറിച്ച് കളയുന്ന ഒരു ഡിസെപ്റ്റീവ് ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, സോങ് ഓഫ് സോളമൻ. മൂറും കുന്തിരുക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോനിവൻ ആർ. ഒരുത്തൻ കണ്ട മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ശലോമോന്റെ കാര്യമാണ്. ഒരു പെൺകുട്ടി തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവളാണ് ക്രിസ്തുവിൻ്റെ കാന്ത. മരുഭൂമിയിൽ നിന്ന് ഭയങ്കര സുഗന്ധദ്രവ്യങ്ങളുമായി കയറി വരുന്ന വേറൊരുത്തനുണ്ട്. അതാണ് ശലോമോൻ. ഇവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ താവട്ടുള്ള വാക്യങ്ങൾ വായിച്ചില്ല, അത് ഞാൻ പറഞ്ഞോളാം. മൂറും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെടുത്തിയിരിക്കുന്ന, മൂറുകൊണ്ടും സുഗന്ധദ്രവ്യങ്ങൾ സകലതും ചേർന്നതും. കച്ചവടക്കാരൻ കൊണ്ടുവരുന്ന പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി സൗരഭ്യമുണ്ടാക്കുവാൻ എന്തൊക്കെ ചേർത്ത് പൊടിക്കണം എന്നറിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് പൊടിച്ച പൊടി, സൗന്ദര്യപൂർണമായ ആ പൊടി, സൗരഭ്യപൂർണമായ ആ പൊടി കൊണ്ട് പുക തൂണുപോലെ ഉയർത്തി ആ പുകയുടെ മറവിൽ വരുന്ന ഒരുവനുണ്ട്. അവൻ പല്ലക്കിലാണ് യാത്ര ചെയ്യുന്നത്. താഴെയോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവൻ്റെ സൈന്യങ്ങൾ അവൻ്റെ ചുറ്റും ആഡംബരത്തോടെ അവനെ കൊണ്ടുവരുന്നു. ശലോമോൻ രാജാവ് തൻ്റെ സകല പ്രൗഢിയിലും
തൻ്റെ നറുമണത്തിലും അടുത്തു വരുന്ന ഒരു കാഴ്ച ഈ പെൺകുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല, ഡിസ്ട്രാക്ട് ചെയ്യുവാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ഈ പെണ്ണിന് പറയാനുണ്ട്, നോ ശലോമോൻ നോ. ലോകത്തോട് നോ പറയേണ്ടടുത്ത് നോ പറയുന്ന ക്രിസ്തുവിൻ മണവാട്ടിക്കായി എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ധാരാളം അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ എനിക്കെൻ്റെ പ്രിയൻ മാത്രം മതി എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അവളുടെ ശോഭ. ഇന്ന് പകൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരഞ്ഞെടുക്കുന്ന, ക്രിസ്തുവിൻ്റെ പ്രീതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവകൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ഡിസ്ട്രക്റ്റീവായ സകലതും കൊണ്ടുവന്ന് പരിമളപ്പെടുത്തിയിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു ഈവനാർ, ഇത് ശലോമോൻ അദ്ദേഹത്തിൻ്റെ മജസ്റ്റിയിൽ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മജസ്റ്റിയിൽ പണം നോക്കി ദൈവത്തെ കൈവിടുന്നവരുണ്ട്, രുചി നോക്കി ദൈവത്തെ കൈവിടുന്നവരുണ്ട്, സൗന്ദര്യം നോക്കി ദൈവത്തെ കൈവിടുന്നവരുണ്ട്, പ്രതാപം നോക്കി ദൈവത്തെ കൈവിടുന്നവരുണ്ട്. ഇവയുടെ ആകത്തുകയാണ് ശലോമോൻ. തൻ്റെ സൗരഭ്യത്തിൻ്റെ ആ പുകത്തൂണിൻ കൊണ്ട് മറച്ച് കയറി വരുന്ന ശലോമോനോടാണോ ഞാൻ ആകൃഷ്ടയാകേണ്ടത്? ഓർക്കപ്പുറത്ത് പെട്ടെന്ന് ലഭിച്ച ഒരു ലക്കാണിത്. കാരണം ഒരു ഇടയച്ചെറുക്കൻ്റെ പുറകെ നടന്ന എനിക്ക് വേണ്ടേ ശലോമോൻ രാജാവിൻ്റെ ഭാര്യയാകുവാനുള്ള പദവി എന്ന് പറഞ്ഞ് അംഗീകരിക്കുമോ കുഞ്ഞെ? അംഗീകരിക്കുമെങ്കിൽ നിന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് കൊള്ളത്തില്ല. എനി ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്, എനി ഡിസിപ്ഷൻ അതിൻ്റെ നടുവിൽ നിന്ന് മാറി നിൽക്കുവാൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കപ്പെടുമോ? എങ്കിൽ ആ ഡിസിപ്ഷനിൽ നിന്ന് നമുക്ക് മാറുവാൻ കഴിയും. ക്രിസ്തുവിനെക്കുറിച്ചും ചില വാക്കുകൾ ഞാൻ എടുത്തെന്ന് പറഞ്ഞോട്ടെ. മത്തായിയുടെ സുവിശേഷം 17:2 ദയവായി ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 17:2. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ നടന്നിരുന്ന സമയത്ത് താൻ ആരാണെന്ന് എടുത്തു കാണിക്കേണ്ടതിന് കഴിഞ്ഞില്ല. ചുരുക്കം ചില അവസരങ്ങളിൽ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ ദൈവത്വം ഇപ്പോൾ വെളിപ്പെടുത്തരുത് എന്നവൻ ദുരാത്മാക്കളോട് ഉൾപ്പെടെ തൻ്റെ ശിഷ്യന്മാരോട് ചേർത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുമ്പോൾ അതൊരവസരമാണ്. അതുവരെയും അതാരെയും അറിയിക്കാതെ അതെല്ലാം പൊതിഞ്ഞുകെട്ടി കൊണ്ടു നടക്കുക എന്ന് യേശു തീരുമാനിച്ചു. പക്ഷേ തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനികളായിരുന്ന 3 പേരുമായി താൻ പർവ്വതമുകളിൽ ഒന്ന് കയറി. യേശുവിന് പല സർക്കിൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ അത് ഓർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തന്നോട് തൊട്ടടുത്തിരുന്ന ഒരു 3 ശിഷ്യന്മാരടക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് സർക്കിൾ, അതിൻ്റെ പുറത്ത് 12 ശിഷ്യന്മാരടങ്ങുന്ന ഒരു സെക്കൻഡ് സർക്കിൾ, അതിൻ്റെ പുറത്ത് 70 ശിഷ്യന്മാരടക്കുന്ന 3-ാമത്തെ സർക്കിൾ, ഒരു 120 പേരടങ്ങുന്ന 4-ാമത്തെ സർക്കിൾ, ഒരു 500ഓളം പേരടങ്ങുന്ന 5-ാമത്തെ സർക്കിൾ എന്നിങ്ങനെ സർക്കിളായി പോകും ദൈവത്തോടുള്ള റിലേഷൻ. ഇതിനകത്ത് 1-ാമത്തെയോ 2-ാമത്തെയോ 1-ാമത്തെ സർക്കിളിൽ കഴിയുമെങ്കിൽ വരുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വിളിക്കട്ടെ. 1, 2, 3, 4 സർക്കിൾ വരെ. ഞാൻ പറയുന്ന പദം ഒരു അക്യുറസി ഉള്ളതല്ല. എൻ്റെ അകത്ത് ചില ആശയങ്ങളുണ്ട്, വിശദീകരിക്കാൻ ഒക്കത്തുമില്ല. ആദ്യത്തെ 4 സർക്കിളുകൾ എങ്കിലും ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമാണ്. 1000 സർക്കിളുകൾ കണ്ടെന്നു വരാം, 1000 സർക്കിളുകൾ കണ്ടെന്നു വരാം. ബാക്കിയൊക്കെയും സ്വർഗത്തിലെ തോഴ്മക്കാരും വേലക്കാരും, വാരിയേഴ്സ്, ഫൈറ്റേഴ്സ്, അവിടുത്തെ ഗാർഡ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 3-4 സർക്കിളുകളിൽ പെടുന്നവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കും. സിലോൺ പെന്തക്കോസ് മിഷന് അന്ന് സിലോൺ പെന്തക്കോസ് ആയിരുന്ന കാലം ഇന്നത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. സിയോനെന്നും യെരുശലേമെന്നും 2ആയി ജനത്തെ തിരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ടായിരുന്നു. ഞാൻ അതിനകത്തേക്ക് പോകുകയല്ല. 2ആയാലും ക്രിസ്തുവിൻ്റെ മുമ്പിൽ താണതും അഴുക്കുമുണ്ട്, താണതും ഉയർന്നതുമുണ്ട്. മറക്കരുത്, ഉയർന്നതിൻ്റെ കൂട്ടത്തിലാകുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കപ്പെടാം. ആ ശ്രേഷ്ഠമായി ഇതിനു വേണ്ടി പോകുവാൻ നമ്മെ ദൈവകരങ്ങളിൽ നിന്ന് വിട്ടുകൊടുക്കുക. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. ഒരു പട്ടണത്തോട് ഉപമിച്ച് പഠിപ്പിച്ചു. അവിടം വരെയൊന്നും എനിക്ക് പാനൊക്കത്തില്ല. എനിക്ക് ഒക്കുന്ന ആഴത്തിൽ പോകുകയാണ്. ചില ക്വാളിറ്റികൾ, ഈ ക്വാളിറ്റിയിൽ തികഞ്ഞവനാണ് എൻ്റെ യേശു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകുകയാണ്. ഒരിക്കലും 1-ാമത്തെ സർക്കിളിനെ വിളിച്ചുകൊണ്ട് യേശു മറുരൂപമലയുടെ മുകളിലേക്ക് കയറി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ദയവായിട്ടൊന്ന് വായിക്കാമോ ആ ഭാഗം? 17:2 വാക്യം, മത്തായി 17:2. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച്. മണവാട്ടിയുടെ മുഖം ഉദയസൂര്യനെ പോലെയാണെങ്കിൽ, ഉയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ നിർമ്മലതയുള്ളതാണെങ്കിൽ, നമ്മുടെ അരിമനാഥനായ ക്രിസ്തുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാ.
ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. വെറും കണ്ണുകൊണ്ട് കാണാൻ ഒക്കത്തില്ല. വെറുതെ നോക്കിയാൽ കരിഞ്ഞു പോകും. പഴയ നിയമത്തിൽ ഒരിക്കൽ യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഒരു പദമുണ്ട്, എന്നെ കണ്ടിട്ട് ജീവനോട് ഇരിക്കുന്നവൻ ആരുമില്ല മോശേ, എന്നെ കണ്ടിട്ട് ജീവനോട് ഇരിക്കുന്നവൻ ആരുമില്ല. നീ കരിഞ്ഞു പോകും, നീ മിച്ചം വരത്തില്ല. അത് വരാതിരിക്കേണ്ടതിന് ഒരു പാറയുടെ വിള്ളലിൽ, ക്രിസ്തു എന്ന പാറയുടെ വിള്ളലിൽ നിന്നെ ഇരുത്തി, അതൊരു വ്യാഖ്യാനം കൂടെ ചേർത്ത് പറഞ്ഞതാണ്. നിന്നെ ഇരുത്തി എൻ്റെ കൈയുടെ മറവിൽ ഒളിപ്പിച്ച് എൻ്റെ ശോഭ മാത്രം നിന്നെ ഒന്ന് കാണിച്ചു തരാം. സൂര്യനെപ്പോലെ ശോഭയുള്ളവനാണവൻ, അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു. വായിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. നമ്മൾ സാധാരണ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അല്പസ്വല്പം ഗൗരവം കൊടുത്ത് ചിന്തിക്കാറുണ്ട്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല സഭ ചിന്തിക്കുന്നത്. കാര്യം സഭ മണവാട്ടിയാകേണ്ടതാണ്. ഒരല്പം ഗൗരവം കൊടുത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ മിന്നുന്ന വെള്ളയായി തീർന്നു. വെളിച്ചം മിന്നും. നക്ഷത്രങ്ങളെയും ചില ഗോളങ്ങളെയും നമ്മൾ ആകാശത്ത് കാണും. അവയെ തമ്മിൽ തിരിച്ചറിയുവാൻ വെറും കണ്ണുകൊണ്ട് നോക്കുന്നവന് മിന്നിക്കൊണ്ടിരിക്കുന്നത് നക്ഷത്രവും സ്വയം പ്രകാശിക്കുന്നതും, മിന്നാതെ നിൽക്കുന്നത് നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചം അടിച്ച് ശോഭിക്കുന്നതായ ഗ്രഹങ്ങളുമാണ്. വെളിച്ചം മിന്നിക്കൊണ്ടിരിക്കുന്നതാ, മിന്നുന്ന വെളിച്ചം. അതിനെന്നും ഒരു ചേഞ്ചുണ്ട്, എന്നും ഒരു ചേഞ്ചുണ്ട്. കമ്പ്യൂട്ടറിലൊക്കെ പ്രോഗ്രാം ഇട്ട് ആനിമേഷൻ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ കളറുകൾ ഓരോന്നോരോന്ന് മാറി മാറി പോകുന്ന കാഴ്ചകൾ കാണിക്കാറുണ്ട്. വെളിച്ചം കൂടുന്നതും കുറയുന്നതും കാണിക്കാറുണ്ട്. അതിൻ്റെ മിന്നൽ പ്രഭ അതിൽ പ്രത്യേകമാണ്. ചന്ദ്രൻ്റെ ശോഭ കണ്ടിന്യൂസ് ആയി നിൽക്കുമ്പോൾ സൂര്യൻ്റെ ശോഭ അതല്ല, മിന്നുന്നതാണ്. മിന്നുന്ന വെള്ളയായി അവൻ്റെ വസ്ത്രം മാറി. വെള്ളയാണ്. സ്വർഗത്തിലോട്ട് തിരിഞ്ഞാൽ കാണുന്നതെല്ലാം വെള്ളയാകട്ടോ. ഒരു കാര്യം ദൈവത്തെ ഓർത്ത് പഴി പറയരുതേ. നിങ്ങളെങ്ങാനും സ്വർഗത്തിൽ ചെന്ന് വെട്ടാൽ എങ്ങനെ രക്ഷപ്പെടും? മൊത്തം വെള്ളയാണ്. മറ്റൊമ്മ കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. ഓക്കെ, പോട്ടെ. എങ്ങനെ രക്ഷപ്പെടും ഒന്നാലോചിക്കുന്നത് കൊള്ളാം. അവിടെ ചെന്നാൽ മൊത്തം വെള്ള, നമുക്കെല്ലാം കിട്ടും കേട്ടോ. എൻ്റെ വെള്ളയും കൊണ്ട് അവിടെ ചെന്നാൽ അവിടെ എങ്ങും കയറ്റുകയില്ല. അതിന് അവിടുത്തെ വെള്ള വേറെയാണ്. മിന്നുന്ന ശോഭയുള്ള വെള്ളവസ്ത്രം ധരിച്ച എൻ്റെ കർത്താവ്, അവൻ്റെ വസ്ത്രം വേറെയാണ്. എൻ്റെ മണവാട്ടിയെ പോലെ തന്നെ അവൻ്റെ വസ്ത്രം വേറെയാണ്. അവൾക്ക് ശോഭയും സൗന്ദര്യവും നിർമ്മലതയും ഒരുമിച്ചുള്ളവളാണ് അവൾ. അവൻ്റെ വസ്ത്രം വെളിച്ച പോലെ വെള്ളയായി തീർന്നു. പിന്നെ 3-ാം വാക്യം, മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അങ്ങയുടെ കമ്പാനിയൻ മോശയും ഏലിയാവുമാ. ലോകത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരോടല്ല താൻ സംസാരിക്കുന്നത്. തന്നെ കൊലയ്ക്ക് വേണ്ടി വിധിച്ചതായ പീലാത്തോസിനെ വിളിച്ച് എന്തോ ചെയ്തടാന്ന് ചോദിക്കുകയല്ല. തൻ്റെ ദാസന്മാരെ ശിക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ആരെയെങ്കിലും വിളിച്ച് ഞാനിതാ നീ കണ്ടോ എന്ന് അവരോട് പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഫെലോഷിപ്പ് മോശയോടും ഏലിയാവിനോടുമാണ്. നമ്മുടെ ഫെലോഷിപ്പ് ആരോടായിരിക്കും? വിശുദ്ധന്മാർ തമ്മിലുള്ള സഹകരണത്തിനായി, സഹോദര്യത്വത്തിനായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മോശയോടും ഏലിയാവിനോടും താൻ സംസാരിച്ചു. തൻ്റെ നിര്യാണ കാര്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. കാൽവറിയിൽ സാധിക്കേണ്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. മോശയും ഏലിയാവും രണ്ടും രണ്ട് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാ. മോശ ന്യായപ്രമാണം കൊടുത്തയാളാ. ഏലിയാവ് പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനാ. പ്രവാചക ശ്രേഷ്ഠൻ വന്നേച്ചു പറഞ്ഞു, അങ്ങ് പ്രവചനാത്മാവിൽ ഇന്നതൊക്കെ ആയിരിക്കണം. അങ്ങയുടെ മരണസമയത്ത് എത്ര പ്രസ്താവനകൾ കാൽവറിയിൽ പ്രസ്താവിക്കും? ഓരോ പ്രസ്താവനയുടെ ഓർഡർ എന്തായിരിക്കും? അങ്ങ് എന്തൊക്കെയാണ് കാൽവറിയിൽ പറയേണ്ടത്? എൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന്. മോശ വന്ന് പറഞ്ഞു, ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വാചകങ്ങൾ പറയണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ന്യായപ്രമാണം ലംഘിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിനായി മോശയും ഏലിയാവും വന്നു യേശുവിനോട് സംഭാഷിക്കുകയാണ്. അവരുടെ സംസാരമധ്യേ യേശുവിനെ അവർ ബലപ്പെടുത്തുന്നുണ്ട്. തൻ്റെ മരണത്തിന് വേണ്ടി താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് മറക്കരുത്. തൻ്റെ മരണത്തിന് വേണ്ടി തന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു സംഭവം ഓർക്കട്ടെ. ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന പേരിൽ ഒരു മാസിക പണ്ടുകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്നുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയിൽ റുമേനിയയുടെ ജയിലിൽ നിന്ന് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട 18-കാരനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ പേരൻസിന് എഴുതിയ ഒരു കത്തുണ്ട്. വേദപുസ്തകം അവൻ്റെ കൈവശം കണ്ടുവെന്നും അവൻ യേശുവിനെ പ്രസംഗിച്ചുവെന്നുമുള്ള കുറ്റം ചുമത്തി, അത് സത്യമാണ്, കുറ്റം ചുമത്തി അവനെ ജയിലിൽ അടച്ചു.
തൂക്കിക്കൊന്നുകളയുവാൻ വിധിയായി. അവനെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ രാത്രിയിൽ അവന് അന്തിമ അഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കാം എന്ന് ജയിലധികൃതർ പറഞ്ഞതിനാൽ തൻ്റെ അന്തിമ അഭിലാഷമായി 18 വയസ്സുള്ള ഈ മോന് തൻ്റെ മാതാപിതാക്കൾക്ക് എഴുതിയ ഒരു എഴുത്ത് ടോർച്ചർ ഫോർ ക്രൈസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതി, നാളെ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങളിത് വായിക്കുന്നതിന് മുന്നമേ എൻ്റെ ശവം തൂക്കുമരത്തിൽ തൂങ്ങി ആടുന്നുണ്ടായിരിക്കും. എനിക്ക് മരണത്തെ അല്പം പോലും ഭയമില്ല. കാര്യം 3-4 ദിവസയ്ക്ക് മുമ്പേ ഒരു ദൂതൻ എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ബലപ്പെടുത്തി. അതിനു മുമ്പ് എനിക്ക് മരണത്തെ ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ മരണത്തോടടുക്കുന്ന സമയം ഒരു ദൂതൻ എന്നെ ബലപ്പെടുത്തി. ദൂതനെക്കുറിച്ച് അദ്ദേഹം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ഞാൻ ഇന്നും മറക്കത്തില്ല. 1970കളിൽ ഞാൻ വായിച്ചതാ. 1970കളിൽ ഞാൻ വായിച്ചതാ. ദൂതനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ഇതാണ്: ഈസ് എ ട്രാൻസ്പെറൻറ്റ്, ഹി ഹാസ് ഗോട്ട് എ ട്രാൻസ്പെറൻറ്റ് ബോഡി. എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തു വന്ന് നിന്നാൽ എനിക്കതിനപ്പുറത്തുള്ളത് കാണത്തില്ല. പക്ഷെ ഒരു ദൂതൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ദൂതനെ കാണാം, അതോടൊപ്പം അതിൻ്റെ പുറകിലുള്ള വസ്തുക്കളും കാണാം. കാര്യം ദൂതൻ്റെ ശരീരം ട്രാൻസ്പെറൻ്റ് ആണ്. സുതാര്യമായ ഒരു ശരീരമുള്ള ദൂതൻ വന്ന് എന്നെ ബലപ്പെടുത്തി. എനിക്ക് ഒട്ടും ഭയമില്ല. ഈ കത്ത് കാണുന്ന നിങ്ങളും ധൈര്യപ്പെടുക. ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നാം അക്കരെ നാട്ടിലുണ്ടായിരിക്കും. നിശ്ചയമായും മണവാട്ടി സഭയുടെ മെമ്പേഴ്സിൽ ഒരാളാണ്. മോശയും ഏലിയാവും വന്ന് യേശുവിനെ ശക്തീകരിച്ചു, യേശുവിനെ ബലപ്പെടുത്തി. മനുഷ്യനായി യേശുവേ, അദ്ദേഹം ദൈവമാണ്, അദ്ദേഹം പൂർണ്ണ മനുഷ്യനുമാണ്. മനുഷ്യനായി യേശുവേ, ശരീരത്തിൽ വേദന ഉണ്ടാകുമ്പോൾ, ജീവിതം തീർന്നുവെന്ന് അങ്ങയുടെ ഹൃദയം അങ്ങയോട് പറയുമ്പോൾ, ക്രൂശിലെ മരണത്തോളം അനുസരണം പുരത്തുവാൻ തയ്യാറായി നിന്നുകൊള്ളുക. അങ്ങ് ഒരു ഭൂമിയെ വീണ്ടെടുക്കാൻ പോകുകയാ, അങ്ങൊരു ജനതയെ വീണ്ടെടുക്കാൻ പോകുകയാ, അങ്ങയുടെ രക്തത്താൽ ഒരു സഭയെ അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പോകുകയാ. മോശയും ഏലിയാവും വന്ന് സംസാരിച്ചു. നമ്മുടെ സംസാരങ്ങളിലെ പൊതുവിഷയങ്ങൾ എന്തായിരിക്കും? പട്ടാള ക്യാമ്പുകളിൽ ജീവിച്ച എനിക്ക് ചെറുപ്പക്കാരുടെ സംസാര രീതി നന്നായി അറിയാം. ലോകത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത എനിക്ക്, വ്യത്യസ്ത രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങിയ എനിക്ക് മനുഷ്യൻ്റെ സാധാരണ സംസാര രീതി നന്നായി അറിയാം. ആത്മീയൻ്റെ സംസാര രീതിയും കൃപയാൽ അറിയാം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സംസാര രീതി എന്തായിരിക്കും? എൻ്റെ സംസാര വിഷയങ്ങൾ എന്തായിരിക്കും? എൻ്റെ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടായിരിക്കും? ആരോടാണ് ഞാൻ ഇടപെടുന്നത്? ഞാൻ ആർക്ക് അനുരൂപയാകണം? ക്രിസ്തുവിന് അനുരൂപയാകണം. അദ്ദേഹത്തിൻ്റെ സംസാരം മോശയോടും ഏലിയാവിനോടുമാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നടക്കുവാൻ, അന്യഭാഷകളിൽ ദൈവവുമായി ഇടപെട്ടുകൊണ്ട് നടക്കുവാൻ, നടപ്പിലും ഇരിപ്പിലും ദൈവത്തെ ധ്യാനിപ്പാൻ കഴിയുമെങ്കിൽ നമ്മുടെ ശോഭയും സൗന്ദര്യവും അതാണെന്ന് മറക്കരുത്. ആ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തട്ടെ. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അവരുടെ യേശുവിൻ്റെ സ്റ്റാൻഡ് എന്താണ്? ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുണ്ട്. പക്ഷെ മുഴുവൻ വായിക്കാൻ ഒക്കത്തില്ല. ദയവായി 7 ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് നിൽക്കട്ടെ കുഞ്ഞ് സിസ്റ്റർ, സോറി, അത് മുഴുവൻ നമുക്ക് വായിച്ചു തീർക്കണം. അതിൽ 16 വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് മുഴുവൻ വായിച്ചു തീർക്കാൻ ഒക്കത്തില്ല. അവിടെ എഴുതി വരുമ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിൻപിൽ ഒരു ശബ്ദം കേട്ടു. നീ കാണുന്നത് എഴുതി സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്നൊരു ശബ്ദം എൻ്റെ പിൻപിൽ കേട്ടു. ഞാൻ കേട്ട ശബ്ദം എന്തെന്ന് കാണേണ്ടതിന് ഞാൻ പുറകോട്ട് തിരിഞ്ഞ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഞാൻ യേശുവിനെ നേരിട്ട് കാണുന്ന ഒരു കാഴ്ച, തൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപത്തിൽ കാണുന്ന ഒരു കാഴ്ച യോഹന്നാൻ അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. ഞാൻ യേശുവിനെ കണ്ടു. പുറകോട്ട് തിരിഞ്ഞപ്പോൾ ഒന്ന്, തൻ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനാ. തൻ്റെ സംസർഗം സഭകളുമായിട്ടാ. 7 നിലവിളക്ക് 7 സഭയാ. തൻ്റെ സംസർഗം എന്നോടാ, തൻ്റെ സംസർഗം നിങ്ങളോടാ. മുമ്പേ മോശയോടും ഏലിയാവിനോടും സംസാരിച്ച യേശു ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നോടും നിങ്ങളോടുമാ. ഇതറിഞ്ഞുകൊണ്ട് നമുക്ക് യേശുവിനോട് അടുക്കാൻ കഴിയുമോ? ചിലപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എനിക്കൊരു കോൾ വന്നെന്നിരിക്കും. എൻ്റെ ഭാര്യ അത് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ വരുമ്പം വരെ ഇന്നയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് തിരിച്ചു വിളിക്കും. എൻ്റെ ഭാര്യ കറക്റ്റ് റൂമിലില്ലാത്ത സമയത്ത് ചിലപ്പോൾ അവിടെ ഫോണിൽ ഒരു കോൾ വന്നെന്നിരിക്കും. പലതും ഞാൻ എടുക്കത്തില്ല. എടുത്താൽ ഞാൻ പറയാറുണ്ട്, ബാത്റൂമിലാണ്, തിരിച്ചു വിളിക്കാൻ പറയാം.
തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ഇന്നയിടത്തുനിന്നൊരു കോൾ ഉണ്ടായിരുന്നു, തിരിച്ചു വിളിക്കണം. മറുഭാഗത്തു നിന്നൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം അറിഞ്ഞോണം, മറുഭാഗത്തു നിന്ന് യേശു വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് സംസാരിക്കാൻ. താൻ നിൽക്കുന്നത് 7 നിലവിളക്കുകളുടെ നടുവിലാണ്. തനിക്ക് ഇടപെടുവാനുള്ളത് 7 നിലവിളക്കുകളോടാ. 7 നിലവിളക്കുകൾ 7 കാലഘട്ടങ്ങളിലെ സഭയാ. ഈ അന്തിമ കാലഘട്ടങ്ങളിലെ ദൈവത്തിൻ്റെ വിശുദ്ധ സഭയോട് ഒന്ന് സംസാരിക്കാൻ ദൈവത്തിനുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ യേശു താല്പര്യപ്പെടുകയാ. തിരിച്ച് മറുപടി പറയുവാനും യേശുവിനുണ്ട്. 7 നക്ഷത്രം തൻ്റെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്. തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാ. മോശയോടും ഏലിയാവിനോടും മാത്രം സംസാരിച്ചവൻ ഇന്ന് തൻ്റെ വലങ്കയിൽ 7 സഭകളുടെ ദൂതന്മാരെ പിടിച്ചുകൊണ്ട് 7 സഭകളുടെ നടുവിൽ ഉലാവുകയാണ്. തനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. നാം സംസാരിക്കാൻ തയ്യാറാണോ? ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് വലങ്കൈ കൊണ്ട്. ഇന്ന് പകൽ ഒരു പ്രൊട്ടക്ഷന് നാം തയ്യാറാണോ? ആ പ്രൊട്ടക്ഷന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെണ്മയുള്ളതും അഗ്നിജ്വാലയ്ക്കൊത്തതും. ഓരോന്ന് ചിന്തിച്ചു പോവാം. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെണ്മയും. 2 ആശയങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. ഒന്ന്, വെണ്ണ നിറം വിശുദ്ധിയെ കാണിക്കുന്നതാകയാൽ അവൻ്റെ തലയും തലമുടിയും വരെ ആ വിശുദ്ധിയെ വർണ്ണിക്കുന്നതാണ്. സാധാരണ ലോകത്തിന് കറുത്ത മുടി ഒരഭിലാഷമായി ഭൂഷണമായി കാണുന്നെങ്കിൽ വേദപുസ്തകത്തിൽ നരച്ച തലയ്ക്ക് ബഹുമാനം കൊടുക്കണം. എനിക്ക് വേണ്ട, ബാക്കി ഇവിടെ നരച്ചവരുണ്ട്, അവരെല്ലാം ബഹുമാനിക്കണം. ഓക്കെ, നരച്ച തലയ്ക്ക് ബഹുമാനം വേണം. പലരും ഇവിടെ ചിരിക്കുന്നുണ്ട്. അവർക്കായി സ്തോത്രം, അവരുടെ തല നരച്ചതിനായി സ്തോത്രം. നമ്മൾ ഇത്രയും നാൾ കർത്താവ് നിർത്തിയല്ലോ. എത്ര പേര് ചെറുപ്പത്തിലെ പോയി ലക്ഷങ്ങളും മൾട്ടി മില്യൺ മുടക്കിയിട്ട് എത്ര പേര് പോയി. നമ്മളെ കർത്താവ് ഇത്രയും നാൾ നിർത്തിയല്ലോ. സ്തോത്രം. അവൻ്റെ തലയും തലമുടിയും ഹിമത്തോളം വെണ്മയാ. 1, അത് വിശുദ്ധിയെ കാണിക്കുന്നതാണ്. 2, തൻ്റെ പ്രായത്തെ കാണിക്കുന്നതാണ്. വയോധികനായവൻ, യുഗങ്ങൾക്ക് മുന്നമേ ഉള്ളവൻ, പുരാതനായ ദൈവം. എന്തെല്ലാം പദപ്രയോഗങ്ങളാ! പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രായമുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. അവൻ്റെ തലയും തലമുടിയും വയോധികനായവൻ, ന്യായവിധി നടത്തുവാനുള്ളവൻ. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെണ്മയും. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. ഹിമത്തോളം വെണ്മയാണ് കണ്ണെങ്കിൽ, തൻ്റെ തലയെങ്കിൽ ഹിമം തണുപ്പിനെ കാണിക്കുന്നതാണ്. നിശ്ചയമായോടെ നിറത്തിനാണ് പ്രത്യേകത, ടെമ്പറേച്ചറിനല്ല. എങ്കിലും തൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാ. ഹിമത്തോളം വെളുത്തതായ തലയും തലമുടിയും ഉള്ളവൻ്റെ തലയിലിരിക്കുന്ന കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതാ. രഹസ്യങ്ങളുടെ രഹസ്യങ്ങളെ ചൂഴ്ന്നിറങ്ങി കാണുന്ന, ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിച്ച് കളയുന്ന നിത്യനായ ദിവ്യനായ ഏകാധിപതിയായ ദൈവമാണ് എൻ്റെ യജമാനൻ, എൻ്റെ പ്രാണപ്രിയൻ. ഹിമത്തോളം വെണ്മയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമാണ്. അത് ശോഭയെയും ഭംഗിയെയും മനോഹരതയെയും ഒരു വശത്ത് കാണിക്കുമ്പോൾ, മറുവശം യെരുശലേം പുത്രിയോട് പറയുന്നൊരു പദമുണ്ട്. ഞാൻ നിനക്ക് താമ്രക്കുളമ്പ് തരാം, ചവിട്ടുവാൻ ബലമുള്ളതാ താമ്രക്കുളമ്പ്. താമ്രക്കുളമ്പ് കൊണ്ട് ചവിട്ടിയാൽ ആ ചവിട്ട് ഏറ്റതാ. ഒരു വീട്ടിൽ 2 പട്ടിയുണ്ട്, എനിക്കറിയാവുന്ന വീട്. കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ചെന്നപ്പം വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, പട്ടി കയറി ചവിട്ടും. ഒരു പട്ടി ചവിട്ടിയാൽ വലിയ പ്രശ്നമുള്ളതായിട്ട് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചവിട്ടിയാൽ നോവും. ഇവന് ഭയങ്കര വെയിറ്റാണ്, ഇന്ന് പുരത്തതാ, നഖവുമുണ്ട്, അത് കണ്ടിച്ചതൊന്നുമല്ല. അവൻ ചവിട്ടിയാൽ നോവും. ഒരു പട്ടി ചവിട്ടിയാൽ നോക്കുന്നത് കൊണ്ട് ചവിട്ടാതെ നോക്കിക്കോളാൻ പറഞ്ഞെങ്കിൽ, ഞാൻ ചവിട്ടിയാലും നോക്കും, ചവിട്ടാതെ ഞാൻ ശ്രദ്ധിക്കും. എങ്ങും ചവിട്ടാതെ ഞാൻ ശ്രദ്ധിക്കും. വേണ്ടാത്തതിനകത്തും ചവിട്ടത്തില്ല, ആരെയും ചവിട്ടാതൊക്കെ ഞാൻ ശ്രദ്ധിക്കും അങ്ങേയറ്റം. പക്ഷേ ചവിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാൽക്കുളമ്പുകളെയാണ് താമ്രക്കുളമ്പെന്ന് പറയുന്നത്. യെരുശലേം പുത്രി, എഴുന്നേറ്റ് മെതിക്ക്, നിന്റെ ചുറ്റും ഒത്തിരി ശത്രുക്കൾ വരുമ്പോൾ നീയും എന്നെപ്പോലെ ഒന്ന് പ്രവർത്തിക്കണം. എൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടും. നമ്മൾ താവിട്ട് വരുമ്പം കാണും. ഞാനും കൊടികളോടുകൂടിയ സൈന്യം പോലെ നിർമ്മലതയുള്ള, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവൻ തന്നെയാ. എൻ്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടും.
എൻ്റെ വാക്കുകൾ ജാതികളെ ന്യായം വിധിക്കും. എൻ്റെ വാ കൊണ്ടൊരു കാര്യം പറഞ്ഞതാ, പിന്നെ അത് മാറത്തില്ല. ഊവ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കും. എൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമാണ്. വെള്ളോട് ലൈക്ക് ബ്രാസ്, താമ്രത്തിന് സദൃശ്യമാണ്. താമ്രം കൊണ്ടുള്ള കാല് ചവിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാ, തൻ്റെ ശത്രുവിനെ ചവിട്ടിക്കളയേണ്ടതിന് വേണ്ടി. അതേസമയം തീയിൽ ചുട്ടുപഴിപ്പിച്ചതാണ്, ചൂടുള്ളതാണ്, മനോഹരതയുമുള്ളതാണ്. അവൻ്റെ കാൽ മനോഹരതയുള്ളതാണ്. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. പെന്തിക്കോസുകാരെന്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. മുമ്പേ ഞാൻ കളറിൻ്റെ കാര്യം പറഞ്ഞ പോലെ കഷ്ടകാലത്തിന് എങ്ങാനും സ്വർഗത്തിൽ ചെന്ന് പെട്ടെങ്കിൽ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു, അവിടുത്തെ ശബ്ദമെല്ലാം തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ഒക്കെയാണ്. മഹാപുരുഷാരത്തിൻ്റെ ഘോഷം പോലെ, ആരവം പോലെയാണ്. അതാണ് സ്വർഗത്തിൻ്റെ ചില പ്രത്യേകതകൾ. അവിടെ എങ്ങാനും ചെന്ന് പെട്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കാൻ വയ്യാത്തൊരു പേടിച്ചു പോകും. ദൈവം പൊട്ടനല്ല, ദൈവത്തെ വിളിക്കാൻ ഒത്തിരി ശബ്ദം വേണമെന്നില്ല. അതേസമയം ശബ്ദം ദൈവത്തിന് ഒട്ടും പേടിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം, തൻ്റെ ശബ്ദം നമ്മളേക്കാളൊക്കെ വലുതാ, തകർത്ത ഇടിമുഴക്കം പോലെ. ഇടിമുഴക്കം അടുത്ത് കേട്ടിട്ടില്ലാത്തവർ കുറവായിരിക്കാം. ഒരു ഇടിമുഴങ്ങുന്നത് കേട്ട് എത്ര പരിചയമുണ്ടെങ്കിലും തൊട്ടടുത്തൊരു ഇടിമുട്ടിയാൽ ഒന്ന് ഞെട്ടുന്നത് സാധാരണക്കാരൻ്റെ പതിവാ. തകർത്ത ഇടിമുഴക്കത്തെക്കുറിച്ച്, അതും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അങ്ങ് തുടരുകയാണെങ്കിൽ എന്തുവാ, അതാ തൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളിന് 2 വായ്ത്തലയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനമെടുത്ത് ആരെയും ഒരാളിനെ അങ്ങോട്ട് വെട്ടിയാൽ മറക്കണ്ട, തിരിച്ച് എന്നെ അത് തന്നെ വെട്ടിയിരിക്കും. ദൈവവചനം കൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ ന്യായം വിധിക്കാൻ നോക്കിയാൽ, കുറ്റം വിധിക്കാൻ നോക്കിയാൽ, അത് എന്നെയും കുറ്റം വിധിച്ചിരിക്കും. ഈ വാളിന് 1 വായ്ത്തലയല്ല, 2 വായ്ത്തലയുള്ള വാളാണ്. നിശ്ചയമായും ആ വാളുകൊണ്ട് യുദ്ധം ചെയ്യാനാണ് നാം പഠിക്കേണ്ടത്. ആ വാളുകൊണ്ട് നാം യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടതായിരിക്കണം എന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് കാണാം. ആട്ടെ, ശലോമോൻ എന്തു പറയുന്നു എന്ന് നോക്കാം. സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ശലോമോൻ എന്തു പറയുന്നു നോക്കാം. നമ്മൾ പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്തു വരികയാണ്. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ അർത്ഥത്തിൽ, ആത്മീയ അർത്ഥത്തിൽ മാത്രം ചിന്തിച്ചു പോകാനാണ് ഞാനതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രായം അതിനെ അനുവദിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെയാണ് യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നത്. ഒരുപാട് കാട്ടുമരങ്ങൾ വട്ടത്തിലുണ്ട്. അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ശക്തികൾ വട്ടത്തിലുണ്ട്. മിന്നി മിനുങ്ങുന്ന പലതും വട്ടത്തിലുണ്ട്. മിന്നി മിനുങ്ങുന്നത്. എൻ്റെ ഇളയ അനിയൻ്റെ ചെറിയ പ്രായത്തിൽ പാല് കുടിക്കാൻ അവൻ പ്രയാസം കാണിച്ച സമയത്ത് അമ്മ അവന് പാല് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഗ്ലാസ്സിനകത്തൊരു കുറച്ച് പാലെടുത്ത് ഇച്ചിരി പഞ്ചസാര എടുത്ത് വെച്ച്, ഒത്തിരി പഞ്ചാര ഉണ്ട് കേട്ടോ എന്ന് കാണിച്ച് ഇച്ചിരി പഞ്ചസാര എടുത്ത് അതിനകത്ത് സ്പൂൺ കൊണ്ട് 4 അടി അടിക്കും. സ്പൂൺ കൊണ്ട് 4 അടി അടിക്കുമ്പോൾ 2-3 കൊമള വരും. ഇതേ കൊമള കുടിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുന്ന ഓർമ്മയുണ്ട്. ഒരു സിബ് അവൻ എടുത്തു കഴിയുമ്പോൾ, എൻ്റെ ഇളയ അനിയൻ്റെ കാര്യം ഞാൻ പറയുക, അവൻക്ക് ലൈനിൽ കാണും. ഒരു സിബ് കുടിച്ചു കഴിയുമ്പോൾ കൊമള അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അദ്ദേഹത്തിനൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, കൊമള മൊത്തം ഞാൻ വിഴുങ്ങി. പിന്നെ അമ്മ അടിക്കും, കൊമള വരും, അവൻ കൊമള വിഴുങ്ങും. കുറച്ചു നേരം കൊമള വിഴുങ്ങുമ്പോൾ പാല് തീർന്നിരിക്കും. ഒത്തിരി കാട്ടുമൃഗങ്ങൾ, മിന്നിമറിയുന്ന കാട്ടുമരങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. വെള്ളത്തിൻ കുമള പോലെ മിന്നിമറിയുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ, മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ആ പരിമള പുകയുടെ തൂണ് എന്നെ അട്രാക്റ്റ് ചെയ്താൽ ഇതിനകത്ത് ഞാൻ പോകത്തില്ല. സുന്ദരനായ പ്രിയ, അങ്ങയെ വിട്ട് ഈ ലോകങ്ങളുടെ പുറകെ പോകയില്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. പ്രിയനെക്കുറിച്ച് ശൂലേമിയുടെ വിശദീകരണം അതാ. കാട്ടുമരങ്ങളുടെ ഇടയിൽ താനൊരു നാരകമാണ്. നാരകമെന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന ഒരുപാട് പദങ്ങളും ആപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങൊരു ആപ്പിൾ ട്രീ ആണ്. അങ്ങയിൽ നിന്ന് കിട്ടുന്ന ഫലം രുചികരമാണ്, മനോഹരമാണ്, കൊളസ്ട്രോൾ ഉണ്ടാക്കാത്തതാ, പ്രശ്നങ്ങളില്ലാത്തതാ, വിഷമയമില്ലാത്തതാ. എൻ്റെ സൗന്ദര്യത്തിനും
ആരോഗ്യത്തിനും അത് പര്യാപ്തമാണ്. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വലുതാണ്, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വലുതാ. അതിൻ്റെ നിഴലിൽ ഞാൻ മോദത്തോടെ ഇരുന്നു. 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വാച്ച് ഇങ്ങനെ നോക്കി പോയി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ കാര്യമല്ല, അവരുടെ കാര്യമല്ല. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നതിൻ്റെ മനോഹര. ദൈവ സാന്നിധ്യം ഇല്ലാത്തിടത്ത് ഇരിക്കുന്നത് എനിക്കും ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നിഴലിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ പഴം എനിക്ക് എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. എല്ലാവർക്കും എല്ലാം മധുരമല്ല, എനിക്ക് അതിൻ്റെ രുചി ഇഷ്ടമാണ്. എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്ന ആഹാരമാണ് ഏത് ചൈനക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. കാര്യം ഞാൻ അങ്ങനെ വളർന്നത്. നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ. ചില വീടുകളിൽ വഴക്കുണ്ടാക്കി ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ ഭാര്യയ്ക്ക് അറിയാൻ വയ്യാന്ന്. അവിടെ പിള്ളേർക്ക് വേണ്ടി അവൾ ഉണ്ടാക്കിവിടാവുകയും. ഓക്കെ, അതിൻ്റെ പഴം എനിക്ക് രുചികരമാണ്. എനിക്കത് രുചികരമാണ്. നിങ്ങൾക്ക് രുചികരമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് രുചികരണമാ. പ്രിയ, അങ്ങയുടെ പ്രത്യേകത, അങ്ങയുടെ ഫെലോഷിപ്പ് എനിക്ക് വലുതാ. അങ്ങയ്ക്ക് എൻ്റെ ഫെലോഷിപ്പ് വലുതാ. അങ്ങയുടെ രുചി എനിക്ക് വലിയതാ, എൻ്റെ രുചി അങ്ങയ്ക്ക് വലിയതാ. ഇന്ന് പരസ്പരം ഈ പരസ്പര ബന്ധത്തിൽ ഒന്ന് വരുവാൻ നമുക്കൊന്നിടയാകട്ടെ. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. 45-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ കുമാരി കേൾക്ക. 45-ന്റെ 10-11 വാക്യങ്ങളാണ്. അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ നിന്റെ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. പല കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങൾ ശിഥിലീഭവിച്ചു പോകുവാൻ കാരണം ഈ വാക്യം അനുസരിക്കാൻ പല പിള്ളേരും തയ്യാറല്ലാത്തതുകൊണ്ട്. ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ 77-ാമത്തെ വയസ്സിൽ പൊതുലോകം കണ്ട ഒരാൾ എന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരസ്യമായി പറയട്ടെ, പല കുടുംബങ്ങളും ചിതറിപ്പോകുവാനുള്ള കാരണം സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുവാൻ മണവാട്ടിക്ക് കഴിയാതെ വരുന്നത് കൊണ്ടാണ്. 45-ാം സങ്കീർത്തനം അതുകൊണ്ട് വളരെ കാര്യമായി വിളിച്ചു ഗുണദോഷിച്ചു. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. ഞാൻ പറയുന്നതിനൊന്ന് ചെവി ചായ്ച്ചോണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഇവിടെ ഇരിക്കട്ടെന്ന്. മറ്റേ ചെവി കൂടെ പറയാൻ വേറെ ആൾ വരും. മോളെ, അങ്ങോട്ട് നിന്റെ തല ചായരുത്, ഇങ്ങോട്ട് നിന്റെ തല ചായട്ടെ. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നീ ചെവി ചായ്ക്ക്, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക്. വേർപാട് എന്നത് ദൈവവചനത്തിൻ്റെ ആ കോർ ഫണ്ടമെൻ്റൽ ഡോക്ട്രിന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇരുളും വെളിച്ചവും തമ്മിൽ ദൈവം വേർതിരിച്ചു. ഇരുളും ദൈവസൃഷ്ടിയാണ്, വെളിച്ചവും ദൈവസൃഷ്ടിയാണ്. പക്ഷെ ഇവയെ തമ്മിൽ വേർതിരിക്കുന്നതാണ് 1-ാം ദിവസത്തിൻ്റെ പ്രത്യേകത. വേർപാട് തിരുവചനത്തിൻ്റെ കോർ ഡോക്ട്രിനിൽ ഒന്നാണ്. ഇന്ന് പകൽ കുമാരി നോക്ക്, കേൾക്ക്, ചെവി ചായ്ക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക്. അബ്രഹാമിനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചിറക്കിയപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക്, അല്ലെങ്കിൽ നീ അവരുടെ കൾച്ചറിലേക്ക് പോകും. ക്രിസ്ത്യൻ കൾച്ചർ എന്നൊരാശയം ഞാൻ എടുത്തിരുന്നു. ലോകത്തിൻ്റെ കൾച്ചറിൽ നിന്ന് അത് തികച്ചും വ്യത്യസ്തമാണ്. നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും നീ അനുഗമിച്ചാൽ അവർ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അറിയാതെ നിന്നെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഏതാണ്ട് ഒന്ന് നിന്നിലുണ്ട്. അതുകൊണ്ട് വിടേണ്ടത് വിട്, അതിനോടൊരു ബന്ധമില്ല എന്ന് പറ. നീ ക്രിസ്തുവിനുള്ളവനാണ്, ക്രിസ്തുവിനുള്ളവളാണ്. മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അങ്ങനെ പോയാൽ സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ വന്ന് നിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. കുറേ നാൾ ലോകത്തോടുകൂടെ നടന്നാൽ ലോകമൊടുവിൽ കൈവിടും. വേദപുസ്തകം ലോകത്തോടുകൂടെ നടക്കുന്നവരെ കുറിച്ച് പറയുന്നത് കുലദിവസത്തിലേക്ക് തീറ്റി കൊടുത്ത് വളർത്തുന്ന ആടുകളെ പോലെയാണ്. ആടിൻ്റെ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് അല്പം പ്രയാസമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പം മനസ്സിലാകുന്നത് കോഴിയുടെ കാര്യമാകാൻ ഞാൻ പറയാം. കോഴികളെ വിൽക്കുവാൻ വേണ്ടി റീറ്റെയിലിൽ അതിനെ കൊണ്ടുവന്നൊരു കൂടിനകത്താക്കി വിൽക്കുന്ന പലരുമുണ്ട്, അറുത്ത് നമുക്ക് തരാൻ വേണ്ടി. അവരെല്ലാം ഈ കോഴിയോട് എന്നെ സ്നേഹമെന്നറിയാവൂ. 1/2 മിനിറ്റ് അതിന് ആഹാരം കൊടുക്കാതെ ഇരുത്തത്തില്ല. അതിന് വേണ്ട ആഹാരം എല്ലാം കൊടുക്കുക. അതിനെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. കോഴി നിന്നോട് സ്നേഹമുണ്ടായിട്ടാണ് തരുന്നത്? അല്ല, നിന്റെ തൂക്കം കുറയാതിരിക്കാനാ. മിനിറ്റുകൾ കഴിയുമ്പോൾ നിന്നെ പിടിച്ച് വിലയ്ക്ക് വിൽക്കും. നിന്റെ കഴുത്ത് കണ്ടിച്ചെടുക്കും.
നിന്നെ പിടിച്ച് വിലയ്ക്ക് വിൽക്കും. നിന്റെ തൂക്കം കുറയാതിരിക്കാനാണ് കുല ദിവസത്തെ ആടെന്ന പോലെ മൃത്യു അവരെ മേയിക്കുന്നു. മരണത്തിൻ്റെ അധിപനായ പിശാച് മൃത്യു പലരെയും മേയിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്നിനും കുറവില്ലാതെ. എന്തേ കാരണം? അവൻ്റെ കയ്യിലെ കൊലപ്പുള്ളിയാണ് നീ കൊന്നു തിന്നേണ്ടതിന് വേണ്ടിയാ. കൊല ദിവസത്തിനായി മൃത്യു മേയിക്കുന്ന ആടുകൾ. എൻ്റെ യജമാനൻ അതല്ല. അല്ലയോ കുമാരി, കേൾക്ക്, നോക്ക്, ചെവി ചായ്ക്ക്. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക്. രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരെയായി കഴിയുമ്പോൾ ഈ രാജാവിനെ ഭയപ്പെടുന്ന സോർ നിവാസികളുണ്ട്. അവർ നിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. ഞാൻ ഇത്ര രൂപ ഈ വർഷം ടാക്സ് കൊടുക്കണം എന്നൊരു നിയമമുണ്ടെങ്കിൽ ഞാൻ അത്രയും ടാക്സ് കൊടുത്തിരിക്കും. ഒരു പുസ്തകം വാങ്ങിക്കുന്നതിന് 100 രൂപ വിലയാന്ന് പറഞ്ഞാൽ ഞാൻ ആ 100 രൂപ കൊടുത്തിരിക്കും. ഇതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്നതാ, പ്രസാദത്തിന് വേണ്ടിയല്ല. പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോൾ, അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന കാലത്ത്, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഒരു പുഞ്ചിരി ഞാൻ കണ്ടിട്ടുണ്ട് ആ മുഖത്ത്. അതാണ് എൻ്റെ തൃപ്തി. ഇന്ന് എൻ്റെ മുഖത്ത് പുഞ്ചിരി വരാറുണ്ട്. നിന്റെ മുഖപ്രസാദം തേടുവാൻ, നിന്റെ പുഞ്ചിരി കാണുവാൻ സോർ നിവാസികൾ, ജലത്തിലെ ധനവാന്മാർ വരും. നീ യജമാനനോടുകൂടെ നടക്ക്. രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കട്ടെ. റിജക്റ്റ് ചെയ്യപ്പെട്ട ഒത്തിരി കേസസ് ഉണ്ട്. എനിക്ക് ഇന്ന് അങ്ങോട്ട് വന്ന് നേരമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒന്ന് ഓടിച്ച് തൊട്ടേച്ച് അണിഞ്ഞ് മാറുക. ഇതുവരെ വന്ന ആഴത്തിൽ ഇനി പോകാൻ എനിക്ക് ഒക്കത്തില്ല, എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട്. ഒരുപാട് പേർ റിജക്റ്റഡ് ആയിപ്പോയി. റിജക്റ്റഡ് ആയി പോകുന്ന കേസസ് ഞാൻ ഒന്ന് തൊടുകയാണ്. ഒന്നാമത്തേത്, ഹിപ്പോക്രസി നമ്മെ റിജക്ഷനിലേക്ക് നടത്തും. പുറമേ എനിക്ക് വെള്ളയുടുപ്പുണ്ടെങ്കിലും എൻ്റെ അകമേ ഞാൻ വെള്ളയുടുപ്പ് അല്ലെങ്കിലോ, പുറമേ എൻ്റെ മുടി നരച്ചതാണെങ്കിലും ക്രിസ്തുവിൽ ഞാനൊരു ശിശുവാണെങ്കിലോ. ഞാൻ ആരംഭത്തിങ്കൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ശിശുവായ പൈതലിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല മണവാളൻ വരുന്നത്, യൗവനയുക്തിയായ ഒന്നിനെയാണ്. പലരുടെയും ജീവിതത്തിൽ വളർന്നിട്ടില്ല, ക്രിസ്തുവിൽ ശിശുവാണ്. ഒന്ന് വളർന്നു വരയണം എന്ന് നമ്മൾ പറഞ്ഞാൽ, എൻ്റെ കർത്താവ് പറയും, കുഞ്ഞെ, എൻ്റെ കാഹളം ഇന്ന് ധ്വനിച്ചാൽ നീ തള്ളപ്പെടും. കാര്യം ശിശുവിനെ വിവാഹം കഴിക്കാനല്ല യേശു വരുന്നത്. സ്വർഗത്തിൽ പോകും, അതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. മണവാട്ടിയുടെ സഭയിലേക്ക് പ്രവേശനം കിട്ടുകയില്ല. ഒന്നാമത്തേത്, ശൈശവാവസ്ഥയിൽ അവൻ അംഗീകരിക്കുകയില്ല. നാം വളർന്നേ മതിയാകൂ. ക്രിസ്തുവിൽ വളരുന്നവർക്കായി സ്തോത്രം. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ വളർത്തുകയല്ല, തികയ്ക്കുകയാണ് എൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് ആഴമായ ഉപദേശ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുന്നത്. ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക, ഇത് എൻ്റെ താല്പര്യമാണ്. ഒന്ന് വളരാം. ഹിപ്പോക്രസി അതിന് തടസ്സമാണ്, കപടഭക്തി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 2, നോൺ വർക്കിംഗ് കണ്ടീഷൻ. താലന്തുകളെല്ലാം ഏറ്റുവാങ്ങിയെങ്കിലും താലന്ത് എൻ്റെ ഇരിക്കുന്നതേ ഉള്ളൂ, കൈകാര്യം ചെയ്തിട്ടില്ല. സഭയെ നമുക്കൊന്നുകൂടെ കൈകാര്യം ചെയ്യണം. ഞാൻ സുനിൽ പാസ്റ്ററോട് ചോദിച്ചു, ഈ മാസം 2nd വീക്ക് വരുന്ന ആഴ്ചയില്ല ഗസ്റ്റ് സ്പീക്കേഴ്സ് വല്ലതും ഉണ്ടെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ശനിയാഴ്ച രാവിലത്തെ സെക്ഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ പല സഹോദരന്മാർ സഹോദരിമാർ ശുശ്രൂഷിക്കേണ്ടതിനാ. ഒരു പ്രാവശ്യം കൂടെ ദൈവസഭയെ അതിൻ്റെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവരേണ്ടതിന് ലഭിച്ച കൃപാവരങ്ങൾ സഭ കൈകാര്യം ചെയ്തേ മതിയാകും. ലഭിച്ച കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യാത്ത സഭയെക്കുറിച്ച് ഒന്ന് മാത്രം എടുത്തു വെച്ചവനോട് കർത്താവ് പറഞ്ഞത്, അത് അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് 10 കൊടുക്ക്. ഉള്ളവൻ ഏവനും ലഭിക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന, ലോകവ്യാപകമായി ശ്രദ്ധിക്കുവാൻ സാധ്യതയുള്ളവരോട് ഞാൻ ഈ സമയം കർത്താവിനെ ഓർമ്മിപ്പിച്ച് ഒന്ന് പ്രബോധിപ്പിക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള കൃപാവരങ്ങളെ ഉപയോഗിക്കൂ. ചുമ്മാതെ വെച്ചിരുന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, സഭയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, പലതും ഉണ്ട്. അങ്ങനെ വെച്ചിരുന്നാൽ ഉള്ളതും കൂടെ എടുത്ത്, ഇല്ലാത്തവൻ്റെ കയ്യിൽ ആകെ ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ ഒന്നുമില്ലാത്തവരായി മാറും. അത് വരരുത്. 10 താലന്തുള്ളവൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. കാര്യം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ താലന്തുകൾ കൈകാര്യം ചെയ്യുമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ മുന്നോട്ട് വരട്ടെ. 3ാമത്തെ കണ്ടീഷൻ, പാത്രത്തിൽ എണ്ണയില്ലാതെ വിളക്കിൽ മാത്രം എണ്ണയുമായി വന്ന കന്യകമാർ നിരസിക്കപ്പെട്ടു. കാര്യം മറക്കരുത്. ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും വ്യാപരിക്കണം. നമുക്കൊരവസരം കിട്ടാതെ പോയാൽ ഇന്ന് രാത്രിയിൽ തേടുന്ന ദൈവം ഇവിടെയും തേടുകയാണ്.
അത് പറഞ്ഞ് ക്ലോസ് ചെയ്യുക. ഇന്ന് പകൽ തേടുന്ന ദൈവം ഇവിടെയും തേടുകയാണ്. ഇതുവരെയും എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്കൊരു സമർപ്പണത്തിന്. ഞാൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചതാണ്, അല്ലെങ്കിൽ ഇതുവരെ അതുപോലും നടന്നിട്ടില്ല. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ സ്നാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതുവരെ എനിക്ക് അതിനുപോലും അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, അവിടെ കൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമാകേണ്ടതിന് ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എത്ര പ്രാവശ്യമോ പാസ്റ്ററെ ഇങ്ങനത്തെ ഓൾട്ടർ കോളുകൾ? കുഞ്ഞെ, ഓൾട്ടർ കോൾ ഇനിയും കാണും. കാര്യം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഇനിയും അവസരങ്ങൾ തരികയാണ്. No, not now. You can take your position, but not now. I take another 5 more minutes. ഞാൻ 2 ഉദാഹരണങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 2 ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഞങ്ങളായിരുന്നപ്പോൾ, ബട്ടിണ്ട എയർഫോഴ്സ് സ്റ്റേഷൻ ഞങ്ങളായിരുന്നപ്പോൾ, അവിടെ ആൾവാസം തീരെ കുറവുള്ള ഒരു ഏരിയയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അതുകൊണ്ട് നടക്കാൻ പോകുന്നവർ വെളിയിലേക്ക് ഇറങ്ങി നടക്കാൻ പോകും. കുറച്ച് ആളുകൾ ഒരുമിച്ച് മലയാളികൾ ഒരുമിച്ച് നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഞാനും നടക്കാൻ പോയി അവരുടെ കൂടെ. അന്ന് വൈകിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പുറകെ ഒരു മലയാളി ഭിക്ഷക്കാരൻ, അവിടെയെങ്കിലും മലയാളികളുള്ള സ്ഥലമല്ല, പക്ഷെ ഒരു മലയാളി ഭിക്ഷക്കാരൻ ഞങ്ങളുടെ പുറകെ. സാറേ 1 രൂപ തരണേ സാറേ, 1 രൂപ തരണേ സാറേ. അക്കാലത്ത് ഭിക്ഷക്കാർക്ക് 10 പൈസയിൽ കൂടുതൽ ആരും കൊടുത്ത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ ധനികന്മാർ 10 പൈസയിൽ കൂടുതൽ കൊടുക്കത്തില്ല. കാലം അതാ. ഇയാൾക്ക് വേണ്ടത് 1 രൂപയാണ്. അപ്പോൾ ഇയാൾ സാധാരണ ഭിക്ഷക്കാരനല്ല, കൂടിയ ഭിക്ഷക്കാരനാണ്. എല്ലാവരും പറഞ്ഞ് ഇല്ലടോ എന്ന് പറഞ്ഞു. ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ സീനിയറായ ഒരു വാറന്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം നിന്ന് പുറകോട്ട് തിരിഞ്ഞാലോട്ട്, നിന്നോടല്ലേടാ പറഞ്ഞ ഇല്ലെന്നൊരു 100 വട്ടം പറഞ്ഞില്ലേ, പൊയ്ക്കൂടേടാ നിനക്കെന്ന് ചോദിച്ചു. അയാൾ വളരെ ഭവ്യമായി, സാറേ ദേഷ്യപ്പെടല്ലേ, 101ാമത്തെ പ്രാവശ്യമാണ് സാറിന് തരാൻ തോന്നുന്നതെങ്കിൽ അതുകൊണ്ടാണ്. 100 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു, 101ാം പ്രാവശ്യമാണ് സാറിന് തോന്നുന്നതെങ്കിൽ അതുകൊണ്ടാണ്. മിക്കവാറും ഞങ്ങളെല്ലാം ഓരോ എഴുതി അവർ കൊടുത്തു. നിങ്ങളോട് പിന്നെയും പരിശുദ്ധാത്മാവ് ഒരു ഓൾട്ടർ കോൾ തന്ന് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് താഴുകയല്ല, പക്ഷെ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് ഗിവിങ് യു ദ ഡ്യൂ വെയിറ്റ്. വീണ്ടും വിളിക്കുക, വാ കുഞ്ഞേ വാ. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് വേക്കൻസികൾ ഇനിയുമുണ്ട് സ്ഥലം എന്നുള്ള മൊഴികൾ ലോകമെങ്ങും മുഴങ്ങുകയാണ്. വാ, ഇന്ന് പകൽ ആ സാഹചര്യത്തിലേക്കൊന്ന് വരുവാൻ. രക്ഷിക്കപ്പെട്ടതിനായി സ്തോത്രം. ആ അനുഭവം ഇല്ലാത്തവർ ഇന്ന് അതിനു വേണ്ടി സമർപ്പിക്കണം. മണവാട്ടിയായി ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തവർ, ആ തീരുമാനമില്ലാത്തവർ ഇന്ന് മാരേജ് എഗ്രിമെൻറ്റ് ഫോമിൽ സൈൻ ചെയ്യുന്നത് പോലെ ദൈവവുമായി അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് വരിക. ഞാൻ 2ാമത്തെ ഉദാഹരണം കൊണ്ട് പറഞ്ഞു നിർത്തട്ടെ. ഒരു പെൺകുട്ടി, ഒറ്റയ്ക്ക് വളർന്ന ഒരു മകൾ, തൻ്റെ യൗവന ചാബല്യത്തിൽ ഒരു പുരുഷനുമായി സ്നേഹബന്ധത്തിലായി. മാതാപിതാക്കളുടെ അറിവ് കൂടാതെ അവൾ ഇറങ്ങിപ്പോയി. നീണ്ട വർഷങ്ങൾ മാതാപിതാക്കൾ ആ പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരുന്നു. ഇതൊരു കഥയാണ്, വെറും കഥയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരുന്നു, അവൾ മടങ്ങി വന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്കൊരു ലെറ്റർ കിട്ടി. അപ്പച്ചാ, അമ്മച്ചി, ഞാൻ ബോംബെയിലുണ്ട്, ജീവനോടിരിക്കുന്നു. ഞാൻ വിവാഹിതയാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പച്ചനെയും അമ്മച്ചയും കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളെ കാണണമെന്ന് എൻ്റെ കൊച്ചുമക്കൾക്കും താല്പര്യമുണ്ട്. വീട്ടിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ താമസിക്കാനല്ല, വന്നൊന്ന് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഒന്നിൻ്റെയും കുറവില്ല, എല്ലാം ഉണ്ട്. ചില ദിവസങ്ങൾ മാതാപിതാക്കളെ കാണാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തിരിച്ചു വന്നാൽ എന്നെ അംഗീകരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ വരുന്ന തിങ്കളാഴ്ച എന്ന് ഞാൻ ചുമ്മാ അങ്ങ് പറയുക. വരുന്ന തിങ്കളാഴ്ച, ഇതെല്ലാം കഥയാ, ചുമ്മാതാ. വരുന്ന തിങ്കളാഴ്ച രാവിലെ 8:30 മണിക്ക് നമ്മുടെ മുൻപിൽ കൂടെ പോകുന്ന റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, ആ പോകുന്ന ട്രെയിനിൽ ഞാൻ ഉണ്ടായിരിക്കും. ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. എന്നെ തിരിച്ച് വീട്ടിൽ അംഗീകരിക്കുമെങ്കിൽ പ്രശ്നമില്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ ഒരു വെളുത്ത കൊടി കെട്ടിയേക്കണം. ഞാൻ ആ റെയിൽവേയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വെളുത്ത കൊടി വീട്ടിൽ കണ്ടാൽ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എൻ്റെ വീട്ടിൽ വന്ന് അപ്പനെയും അമ്മയും കണ്ടോളാം. വെളുത്ത കൊടി അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങത്തില്ല, തിരിച്ചു പോകും, പിന്നെ വരത്തുമില്ല. ഈ എഴുത്ത് കിട്ടി അപ്പനും അമ്മയും വായിച്ചു, സന്തോഷിച്ചു. അപ്പം തന്നെ ഇരുന്ന വെള്ളത്തുണിയൊക്കെ വലിച്ചു കീറി 2 കൊടി അങ്ങുണ്ടാക്കി. ഗേറ്റിൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും ഓരോന്നങ്ങ് കെട്ടി. അത് കഴിഞ്ഞപ്പോൾ അപ്പനൊരു വെപ്രാളം.
അഥവാ ഈ പെണ്ണ് ഈ സ്ഥലമൊക്കെ അങ്ങ് മറന്നുപോയെങ്കിൽ, ഈ വീടിൻ്റെ പടി അവൾക്ക് ഓർമ്മ വരാതെ അങ്ങ് പോയെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അത് വരാതിരിക്കുവാൻ ഒരു വലിയ കൊടിയും കൂടെ കെട്ടണം. അവിടെ ഉണ്ടായിരുന്നൊരു വലിയ കവുങ്ങിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഭയങ്കര വെള്ളക്കൊടി കെട്ടി. ചുരുക്കി പറഞ്ഞാൽ ഞായറാഴ്ച വൈകിട്ടായപ്പോഴത്തേക്ക് പറമ്പിലെ പ്ലാവേലും മാവേലും എല്ലാം വെള്ളക്കൊടിയാണ്. എല്ലായിടത്തും അങ്ങ് വെള്ളക്കൊടികൾ തന്നെയാണ്. ട്രെയിനിൻ്റെ ചൂളം വിളി അങ്ങ് അകലെ കേട്ടപ്പോൾ അപ്പനിറങ്ങി ഗേറ്റിൻ്റെ മുൻപിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, നിന്റെ കച്ചമുറിയും കൊണ്ട് ഓടിവാ. ഒരു കച്ചമുറിയുമായി ഓടിച്ചെന്നു. രണ്ടുപേരും അതിൻ്റെ 2 എഡ്ജി പിടിച്ച് ഗേറ്റിൻ്റെ മുമ്പിൽ ആട്ടിക്കൊണ്ട് നിന്നു. ഈ പെൺകുട്ടി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കുടുംബമായി ഇറങ്ങി വീട്ടിൽ വന്ന് മാതാപിതാക്കളെ കണ്ടു. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളൊരു ചോദ്യം ചോദിച്ചു, ഒരു കൊടി കെട്ടാനില്ല ഞാൻ ആവശ്യപ്പെട്ടുള്ള എന്തോ വേലയായി കാണിച്ചത്? അപ്പൻ്റെ അമ്മയുടെ മറുപടി, കുഞ്ഞെ, ഒരുപക്ഷെ നീ വീട് കണ്ടുപിടിക്കാൻ മറന്നുപോയാൽ, ആ വെള്ളക്കൊടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞാതെ പോയാൽ നീ മിസ്സാകാൻ പാടില്ല. അതുകൊണ്ടാണ് പിന്നെയും ഈ പകലും ഒരു ഓൾട്ടർ കോളിന് ഞാൻ ഒരുങ്ങുക. ആദ്യമായി ഇതുവരെ യേശുവിനെ രക്ഷകനായി പോലും വാഗൊണ്ട് ഏറ്റു പറയാത്തവർ, സ്വീകരിക്കാത്തവർ, യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനമേറ്റിട്ടില്ലാത്തവർ, ഇന്ന് പകൽ അതിനുവേണ്ടി തയ്യാറാകുന്നെങ്കിൽ അവർക്കുള്ള അവസരമാണ് സ്വർഗത്തിപ്പാനുള്ള മിനിമം കണ്ടീഷനിലോട്ട് കയറാൻ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. മാനസാന്തരം എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന് ഇഷ്ടകരമായ ഒരു ജീവിതം ഞാൻ നയിക്കും എന്നെടുക്കുന്ന തീരുമാനമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനുള്ള സമർപ്പണമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്, അല്ല ഇതുപോലെ പലത് ചേരുന്നതാണ് മാനസാന്തരം. ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ അതിനുവേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ തികച്ചും ആത്മപ്രേരിതനായിട്ടാണ്, ഒരു അൺയൂഷ്വൽ ദൈവസാന്നിധ്യത്തിലാണ് ഇന്ന് ഞാനിത് പറയുന്നത്. ആരെയോ ദൈവാത്മാവ് ഉന്നം വെക്കുന്നുണ്ട്. അതുകൊണ്ട് 2, ഞാൻ ഇതുവരെയും യേശുവിനോട് ചേരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല. എനിക്ക് സ്നാനപ്പെടാൻ താല്പര്യമുണ്ട്, അതിനെന്നെ അനുവദിക്കണമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ പകൽ അവരവരുടെ സ്ഥാനങ്ങളിൽ ഒരു കരം വ്യക്തമായിട്ട് ഉയർത്താം. ഇല്ല പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നില്ല്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയിൽ എനിക്ക് കാണത്തില്ല. ദയവായി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. എനിക്കവരെ കാണണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതുതായി യേശുവിന് വേണ്ടി യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നവർ, പുതുതായി യേശുവിന് വേണ്ടി യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എഴുന്നേൽക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇറ്റ്സ് എ വെരി സ്പെസിഫിക് ഡേ. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് വരാം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ എടുക്കുന്നവർ, ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഒരു പ്രതിഷ്ഠ എടുക്കുന്നവരുണ്ടെങ്കിൽ ഗൈഡ് ദം ഹിയർ. ഇന്നൊരു വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ വെളിപ്പാടാണ്. അങ്ങനെയുള്ളവർ മുൻപിലേക്ക് വരുമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, മുന്നോട്ട് വാ. കം ഫോർവേഡ്. ദെൻ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കം ഫോർവേഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ സമയത്ത് തന്നെ യു ഡോണ്ട് വറി അബൌട്ട് ദം. പരിശുദ്ധാത്മാവ് അവരെ നോക്കിക്കൊണ്ടിരിക്കുക, കർത്താവ് അവരെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവവും അവരും തമ്മിൽ തീർക്കുന്ന കേസസ് ആയത്. ഇന്ന് പകൽ ഇതേ സമയത്ത് തന്നെ ആ പ്രിയപ്പെട്ടവർ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നു മുതൽ യേശുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് മാറുവാൻ ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ഉള്ളയാളാ, പക്ഷെ അതുകൊണ്ട് എനിക്കായില്ല. ഞാൻ യേശുവിൻ്റെ മണവാട്ടി സഭയിലേക്കാകുവാൻ എൻ്റെ ജീവിതത്തെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അതാത്